ആൻ വിനയൻ്റെ കൂടെ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞു. ആനിനോട് ഭയങ്കര സ്നേഹത്തിലാണ് വിനയ് പെരുമാറുന്നത്. പക്ഷേ താൻ ബാംഗ്ലൂരിൽ വരുന്നത് വരെ ഉണ്ടായിരുന്ന തൻ്റെ ചേട്ടൻ വിനയും ഇപ്പോൾ തൻ്റെ മുന്നിൽ ചേട്ടനെന്ന് പറഞ്ഞ് തകർത്താടുന്ന വിനയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുള്ളതുപോലെ അവൾക്ക് തോന്നി. തൻ്റെ ചേട്ടൻ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ അത്രത്തോളം ശ്രദ്ധയായിരുന്നു. അതുകൊണ്ട് എന്ത് വന്നാലും ആൾ വർക്കൗട്ട് മുടക്കാറില്ലായിരുന്നു. പക്ഷേ ഈ 2 ദിവസം ഇയാൾ വർക്കൗട്ട് ചെയ്യുന്നത് ആൻ കണ്ടില്ലായിരുന്നു. അതുപോലെ അവളുടെ ചേട്ടൻ ഗ്രീൻ ടീ മാത്രമേ കുടിക്കാറുള്ളൂ. പക്ഷേ ഈ വിനയ് കോഫി കുടിക്കുന്നതും ആൻ ശ്രദ്ധിച്ചിരുന്നു. ഇതൊക്കെയും ആനിൽ ഒരുപാട് സംശയങ്ങൾ നിറച്ചു. അങ്ങനെ ഒരാഴ്ചയായി ആൻ വിനയൻ്റെ കൂടെ പോയിട്ട്. എല്ലാ ദിവസവും വിനയൻ്റെ കണ്ണു വെട്ടിച്ച് ദേവ് ആനിൻ്റെ മുറിയിലെത്തിയിരുന്നു. അവളുടെ കൂടെ രാത്രി ചിലവഴിച്ചു. എല്ലാവരും ഉണരുന്നതിന് മുൻപ് അവിടുന്ന് സ്ഥലം വിടും. അതായിരുന്നു പതിവ്. നാളെയാണ് ദേവിൻ്റെ കേസിൻ്റെ വിധി നിർണ്ണയിക്കുന്നത്. ദേവിന് തൻ്റെ ഭാഗം വ്യക്തമാക്കാൻ നാളെയും കൂടി ഒരവസരമുണ്ട്. അതിൽ ദേവിന് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാതെ വന്നാൽ ഉറപ്പായും വിധി ദേവിന് എതിരായിരിക്കും. അവന് കേസിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ആശ്വാസത്തിലായിരുന്നു എല്ലാവരും. നാളെ രാവിലെ കോടതിയിൽ പോവാനുള്ളതിനാൽ ദേവ് അന്ന് രാത്രി ആനിനരികിൽ എത്തിയിരുന്നില്ല. ഇതേസമയം വിനയ് കോശിയുമായി കാര്യമായ സംസാരത്തിലായിരുന്നു. വിനയ് തൻ്റെ ഫോണിൽ നിന്നും ശിവനും സെലിനും ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെയും കാണിച്ചു കൊടുക്കുകയും ശേഷം എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു കോശിയെ വാശി കയറ്റി. എൻ്റെ കോശി മുതലാളി, ഇതൊക്കെ ആ ദേവൻ്റെ കളിയാ. ആദ്യം അവൻ എൻ്റെ പെങ്ങളെ തട്ടിയെടുത്തു. ഇനി അവൻ്റെ അനിയനെ കൊണ്ട് നിങ്ങളുടെ മോളെ കെട്ടിക്കാനാണ് പ്ലാൻ. നിങ്ങളോടുള്ള ശത്രുത ആ കുട്ടിയോട് അവന്മാർ തീർക്കും. അതിനാണ് ഈ പ്രേമ നാടകം. അല്ലാതെ നിങ്ങളുടെ മോളോടുള്ള പ്രേമം മൂത്തല്ല അവൻ നിങ്ങളുടെ മോളുടെ പിറകെ കൂടിയത്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ബന്ധത്തിനെ എതിർത്താലും അവർ മോളെ എങ്ങനെയും പൊക്കി കെട്ടി നടത്തും. അത് വേണോ കോശി സാറേ? ഇല്ല, എൻ്റെ കൊക്കിന് ജീവനുണ്ടായാൽ ഞാനതിന് സമ്മതിക്കില്ല. ഒരന്യ മതക്കാരനെ ഞാൻ എൻ്റെ വീടിൻ്റെ പടി ചവിട്ടിക്കില്ല. അതാണ് വേണ്ടത്. അതിനാദ്യം വേണ്ടത് ആ ദേവ് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. എന്തൊക്കെയോ കള്ളത്തെളിവുകൾ ഉണ്ടാക്കി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് ദേവ്. അതിനൊക്കെയും ചുക്കാൻ പിടിക്കുന്നതേ അവൻ്റെ അനിയൻ ശിവനും. തെളിവുകളൊക്കെയും ശിവൻ്റെ കയ്യിലാണുള്ളത്. നാളെ കേസ് നടക്കുന്ന സമയത്ത് ദേവൻ്റെ വക്കീലും ശിവനും തെളിവുകളൊക്കെയും എത്താതിരുന്നാലോ? എങ്ങനെയിരിക്കും? ഒരു പ്രത്യേക താളത്തിൽ വിനയ് ചോദിച്ചു. കൂടെ ശിവനെയും അങ്ങ് തട്ടിക്കളഞ്ഞേക്കണം. അതോടെ നിങ്ങളുടെ മോളുടെ പ്രശ്നവും അവസാനിക്കും. വിനയ് നിഗൂഢമായി മന്ദസിച്ചു. എടോ, കൊല്ലണോ? ഒന്ന് നന്നായി പെരുമാറിയാൽ പോരെ? കോശി തൻ്റെ നയം വ്യക്തമാക്കി. മതിയോ? മൂർഖം പാമ്പിനെ നോവിച്ചു വിട്ടാൽ എങ്ങനെയിരിക്കും? അതുപോലെ തിരിഞ്ഞു കൊത്തും അവന്മാർ. അതുകൊണ്ട് അങ്ങ് കൊന്നു കളഞ്ഞേക്കണം. അതാ നല്ലത്. കോശി ഒന്ന് അമർത്തി മൂളി. തൻ്റെ പദ്ധതി എങ്ങനെയാ? കോശി സാർ നാളെ നിങ്ങളുടെ പിള്ളേരെ വെച്ച് ദേവിൻ്റെ അഡ്വക്കേറ്റിനെയും ശിവനെയും അങ്ങ് പൊക്കുന്നു. വാദിക്കാൻ വക്കീലും തെളിവില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവൻ കേസ് ജയിക്കും? വിനയ് ഉള്ളിൽ ഊറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതുകൊണ്ട് തനിക്കെന്താടോ ഗുണം? കോശി വിനയനോട് ചോദിച്ചു. എനിക്കെൻ്റെ പെങ്ങളെയും കൊണ്ട് ഇവിടെ നിന്ന് പോകണം. അതിന് തടസ്സം ദേവാണ്. ആ തടസ്സമില്ലാതാവണം. അതാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ ഒരു കാര്യം, ആ തെളിവുകൾ നിങ്ങൾ എന്നെ ഏൽപ്പിക്കണം. അതിൻ്റെ അവകാശം വേറെയാ. ഏൽപ്പിക്കാടോ, അല്ലെങ്കിൽ വധക്ക് എനിക്കെന്തിനാ? എനിക്ക് വലുത് എൻ്റെ മോളുടെ ജീവിതമാണ്. പറ്റിച്ചും വെട്ടിച്ചും ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ കോശി ആരെയും കൊന്നിട്ടില്ല. എൻ്റെ കൊച്ചിന് വേണ്ടി ഇപ്പം അതും ചെയ്യേണ്ടി വന്നു. അതും പറഞ്ഞ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. തൻ്റെ ലക്ഷ്യം വിജയം കണ്ട സന്തോഷത്തിൽ വിനയ് ക്രിസ്റ്റിയെ വിളിച്ച് കാര്യങ്ങളൊക്കെയും പറഞ്ഞു. കോശിയെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ച് ഇവിടെ നിന്ന് മുങ്ങാനാണ് വിനയൻ്റെ ഉദ്ദേശം. ഇനിയിപ്പോൾ കേസ് വന്നാലും കോശിയെ പൊക്കിക്കോളും. അതിനു മുൻപ് ഇവിടെ നിന്ന് ആനിനെയും കൊണ്ട് പോകണം. വളർത്താനൊന്നുമല്ല. വിനയൻ്റെ ഉള്ളിൽ ക്രൂരമായി ചിരിവിരിഞ്ഞു. പിറ്റേന്ന് കോടതി പരിസരത്ത്. ദേവേട്ടാ, ഈ ശിവേട്ടൻ ഇത് എവിടെ പോയി കിടക്കുവാണ്? ആ വക്കീലിനെ എഴുന്നള്ളിച്ചു കൊണ്ടുവരാൻ അങ്ങേ തന്നെ പോകണമായിരുന്നു. എവിഡൻസ് ഒക്കെ അങ്ങേരുടെ കയ്യിലാണ്. കേസ് ആരംഭിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ദീപു ആശങ്കയോടെ പറഞ്ഞു. എടാ, നീ ഒന്നുകൂടെ വിളിച്ചു നോക്കിക്കേ. ദീപ് ഉള്ളിലെ പരിഭ്രമം പുറത്ത് കാട്ടാതെ പറഞ്ഞു. അങ്ങനെ ദീപു വീണ്ടും വീണ്ടും ശിവൻ്റെയും വക്കീലിൻ്റെയും നമ്പറിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നായിരുന്നു മറുപടി പറഞ്ഞത്. കോടതി മുറി തുറന്നു. ജഡ്ജ് അകത്ത് കയറി. കേസുമായി ബന്ധപ്പെട്ട എല്ലാവരും കോടതി മുറിയിൽ കയറി. വാദിക്കാൻ വക്കീലും തൻ്റെ പ്രിയപ്പെട്ടവൾ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ തെളിവുകൾ ഒന്നും ഇല്ലാതെ താൻ എന്തിനകത്ത് കയറണം? പക്ഷെ കയറിയല്ലേ പറ്റൂ. എവിടെയോ എന്തൊക്കെയോ കളികൾ നടന്നിരിക്കുന്നു. ശത്രുക്കൾ തനിക്ക് മുന്നേ കരുക്കൾ നീക്കിയിരിക്കുന്നു. രക്ഷപ്പെടാനുള്ള വഴികളൊക്കെയും അടഞ്ഞിരിക്കുന്നു. മറ്റൊരു വക്കീലിനെ വെക്കാന്ന് വെച്ചാൽ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ഒരു എവിഡൻസ് തൻ്റെ കയ്യിലില്ല. അവൾ വരാഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ അവൾക്കിതൊന്നും താങ്ങാൻ പറ്റുമായിരുന്നില്ല. മരവിച്ച മനസ്സുമായി ദേവ് കോടതി മുറിയിലേക്ക് പ്രവേശിച്ചു. വിസ്താരവും തുടങ്ങി. കോടതി മുറിയിൽ കയറുന്നതിന് മുൻപേ ദീപ് കാര്യങ്ങൾ ആനിനെ വിളിച്ചു പറഞ്ഞിരുന്നു. കാര്യങ്ങൾ അറിഞ്ഞതും ആൻ ആകെ തകർന്നു പോയി. കേസ് ജയിച്ചു ദീപയുടെ തന്നെ കൊണ്ടുപോകാൻ വരുന്നതും കാത്തിരിപ്പായിരുന്നു അവൾ. പക്ഷെ ദീപ് പറഞ്ഞതൊക്കെയും കേട്ടപ്പോൾ ഹൃദയം തകർന്നു പോയി. ഉറക്കെ കരയാൻ തോന്നി. സകല ദൈവത്തെയും വിളിച്ച് പ്രാർത്ഥിച്ചു. അന്നേരമാണ് സെലിൻ്റെ കോൾ അവളെ തേടിയെത്തുന്നത്. സെലിൻ കുറച്ചു നേരം മുമ്പ് തൻ്റെ അപ്പൻ ആരോ
ഫോണിൽ സംസാരിക്കുന്നതിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടാണ് അവൾ അവരുടെ ഫോൺ സംഭാഷണം ശ്രദ്ധിക്കുന്നത്. താൻ കേട്ട കാര്യം സെലിൻ ആനിനോട് വിശദീകരിക്കുകയാണ്. എടോ, താൻ പറഞ്ഞതുപോലെ അവന്മാരെ പൊക്കിയിട്ടുണ്ട്. ഇന്ന് ദേവിൻ്റെ കേസ് വാദിക്കാൻ വക്കീലുണ്ടാവില്ല, അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തെളിവുകളുണ്ടാവില്ല. അതുപോലെ തനിക്ക്. പിന്നെ താൻ ആവശ്യപ്പെട്ട തെളിവുകളൊക്കെയും ഞാൻ ഭദ്രമായി എൻ്റെ മുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. താൻ ആവശ്യപ്പെടുമ്പോൾ അങ്ങ് തന്നേക്കാം എന്നും പറഞ്ഞ് കോശി ഫോൺ അവസാനിപ്പിച്ചു. ഇത് കേട്ടിട്ടാണ് സെലിൻ ഇക്കാര്യം ആനിനെ അറിയിക്കുന്നത്. ആൻ സെലിനോട് ആവശ്യപ്പെടുകയാണ്, എങ്ങനെയെങ്കിലും തൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് തെളിവുകൾ അടങ്ങുന്ന ഫയൽ എനിക്ക് നീ എടുത്തു തരണമെന്ന്. സെലിൻ അത് സമ്മതിക്കുകയും ചെയ്തു. സെലിൻ കോശിയുടെ മുറി മുഴുവൻ തിരഞ്ഞുവെങ്കിലും അവൾക്കൊന്നും അവിടെ നിന്ന് കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ നിരാശയോടെ സെലിൻ മുറി വിട്ടിറങ്ങാൻ നേരാണ് കോശി മുന്നിൽ വന്ന് നിൽക്കുന്നത്. സാധനം കൈ കിട്ടി, ഞാനിവിടെ ജംഗ്ഷനിലുണ്ട് എന്ന് സെലിൻ വിളിച്ച് പറഞ്ഞിട്ടാണ് ആൻ വിനീൻ്റെയും ബാക്കിയുള്ളവരുടെയും കണ്ണു വെട്ടിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അവിടെ നിന്ന് ജംഗ്ഷൻ വരെ ഒരു ഓട്ടോയിൽ കയറി സെലിൻ്റെ അടുത്തെത്തി. ശേഷം സെലിൻ്റെ കൂടെ അവളുടെ വണ്ടിയിൽ കോടതി ലക്ഷ്യം വെച്ച് നീങ്ങി. ഇതേസമയം കോടതിയിൽ ദേവിനെതിരെ ശക്തമായി വാദിക്കുവാണ് എതിർഭാഗം വക്കീൽ. ദേവിനെതിരെ കള്ളസാക്ഷികളെ നിരത്തിയിട്ടുണ്ട്. ഇതൊന്നും സത്യമല്ലെന്ന് പ്രൂവ് ചെയ്യാൻ തൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. ആദ്യമായി ദേവിൻ്റെ കണ്ണ് നിറയുന്നത് ദീപ് ശ്രദ്ധിച്ചു. അവൻ്റെ മുന്നിൽ നിറയെ തൻ്റെ പ്രിയപ്പെട്ടവളും അവളുടെ ഉദരത്തിൽ വളർന്ന കുരുന്ന ജീവനും മാത്രമായിരുന്നു. ഒന്നും വേണ്ടെന്ന് വെച്ച് ജീവിക്കുകയായിരുന്നു. ഒരു മാലാഖയായി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെണ്ണ്. അതാണ് ഞാൻ. അവളെക്കുറിച്ച് പറയാൻ ആരെങ്കിലും പറഞ്ഞാൽ തനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഷീ ഈസ് പ്രെറ്റി ആൻഡ് ഇന്നസെൻറ്റ് ദെൻ എനി അതർ ഗേൾ ഐ ഹാവ് എവർ സീൻ. ആദ്യമൊക്കെ ഒരുപാട് വേദനിപ്പിച്ചതാണ്. ഇപ്പോൾ അവളില്ലാതെ പറ്റില്ല എന്നായിരിക്കുക. പക്ഷെ അവളോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അവളങ്ങ് പൊങ്ങി മാനം മുട്ടും. ആനിനെ ഓർത്തതും ദേവിൻ്റെ ഉള്ളിൽ കണ്ണീരിൽ കുതിർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. കേസ് അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ നേരാണ് കോടതി മുറിയിലേക്ക് ഗർഭിണിയായ ഒരു പെൺകുട്ടി ഓടിക്കയറി വരുന്നത്. അവളെ പിടിച്ചു മാറ്റാൻ വനിതാ പോലീസ് കിടഞ്ഞ് പരിശ്രമിക്കുകയാണ്. മുന്നിൽ നിൽക്കുന്ന പെണ്ണ് ആനാണെന്ന് കണ്ടത് ദേവ് അവളെ വേദനയോടെ നോക്കി. പ്ലീസ് എന്നെ ഒന്ന് വിടൂ, എനിക്ക് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ചിലത് ബോധിപ്പിക്കാനുണ്ട്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആൻ പറഞ്ഞത് കേട്ടതും ഒരു വനിതാ പോലീസ്, നീ ഒന്നും പറയണ്ട, അങ്ങനെ തോന്നുന്നത് വിളിച്ച് പറയാനേ, ഇത് മീൻ ചന്ത ഒന്നുമല്ല എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു തള്ളി. അവരുടെ ആ പ്രവൃത്തിയിൽ ആൻ പിറകിലോട്ട് വേയിച്ചു പോയി. അത് കണ്ടതും ദേവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ കണ്ണിറുക്കി അടച്ചു. ഒരു ഗർഭിണിയായ സ്ത്രീയെ പിടിച്ചു തള്ളിയ പോലീസുകാരിയെ നീതിപീഠം ശാസിച്ചു. അതിനുശേഷം ആനിനോടായി ചോദിച്ചു, കുട്ടി ആരാ, എന്ത് വേണം, എന്തിനാണ് കോടതി മുറിയിൽ കയറി വന്ന് കോടതിയുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്തിയത്, അതിനുള്ള ശിക്ഷ എന്താണെന്ന് കുട്ടിക്ക് അറിയോ? ജഡ്ജ് വളരെ വിനയത്തോടെയാണ് അവളോട് ഓരോന്ന് ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതി, എന്നോട് ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ഒന്നും. എൻ്റെ മുന്നിൽ ഇതല്ലാതെ വേറെ വഴിയില്ല. എൻ്റെ പേര് ആൻമരിയ. ഈ നിൽക്കുന്ന ഡോക്ടർ നന്ദദേവിൻ്റെ ഭാര്യയാണ് ഞാൻ. എനിക്കും എൻ്റെ കുഞ്ഞിനും അദ്ദേഹത്തെ തിരികെ വേണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. പക്ഷെ സത്യം ഒരിക്കലും പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ചിലർ ചേർന്ന് ഇദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റിനെയും കേസിനാസ്പദമായ തെളിവുകളും പിടിച്ചു വെച്ചു. പക്ഷേ സത്യം എന്തായാലും അതൊരു നാൾ മറന്നേക്ക് പുറത്തു വരുമെന്നാണല്ലോ. ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ അന്ന് മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് തെളിയിക്കാം. മറിച്ചതേ എനിക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ലേ, കോടതി തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. ആനത് പറഞ്ഞതും ജഡ്ജ് അവൾക്ക് അനുമതി നൽകി. ആൻ ആദ്യം ആൻമരിയ എന്ന പെൺകുട്ടിയെക്കുറിച്ചും അവൾ ഒരു നാൾ കേൾക്കാനിടയായ ക്രിസ്റ്റിയുടെ സംഭാഷണത്തെക്കുറിച്ചും പിന്നീട് അത് അറിയിക്കാൻ നന്ദനെ തേടി വന്നതും നന്ദൻ്റെ കൂട്ടുകാരനെ കണ്ടതും പരിചയപ്പെട്ടതും പിന്നീട് ഇരുവരും ചേർന്ന് നന്ദനെ സഹായിച്ചതും കുട്ടികളുടെ ഓപ്പറേഷൻ നടന്നതും പിന്നെ ആൻ തിരികെ പോകാൻ നേരം അബിയെ ക്രിസ്റ്റി കൊന്നതും ആൻമരിയത് നേരിൽ കാണുകയും അത് ഫോണിൽ പകർത്തിയതും ഒക്കെയും ആൻ കോടതിയിൽ വ്യക്തമായി പറയുകയും അന്ന് ആൻമരിയ റെക്കോർഡ് ചെയ്ത വോയിസ് ക്ലിപ്പും അബിയുടെ കൊലപാതക വീഡിയോയും അതിൽ തെളിഞ്ഞ ക്രിസ്റ്റിയുടെ മുഖവും ഒക്കെയും ജഡ്ജ് വ്യക്തമായി കാണുകയും ചെയ്തു. ശേഷം ക്രിസ്റ്റി നേഴ്സ് രേഷ്മയെ മരുന്ന് ഏൽപ്പിക്കുന്നതും ഡോക്ടർ നന്ദദേവ് എഴുതിയ മരുന്നിന് പകരം കുഞ്ഞുങ്ങൾക്ക് ഈ മരുന്ന് നൽകിയതും ഒക്കെയും കോടതിക്ക് ബോധ്യമായി. എല്ലാത്തിൻ്റെയും വീഡിയോ സഹിതം ആൻ ജഡ്ജിന് മുന്നിൽ ഹാജരാക്കി. ദേവ് ആ കുഞ്ഞുങ്ങൾക്ക് അന്ന് രാത്രി നൽകിയ ഒറിജിനൽ പ്രിസ്ക്രിപ്ഷൻ തൻ്റെ കയ്യിലുള്ളതാണെന്നും ഇവിടെ കോടതിയിൽ മുമ്പ് സമർപ്പിച്ചിട്ടുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ആൻ വാദിച്ചപ്പോൾ അതിന് എന്താണ് തെളിവ് എന്ന് എതിർഭാഗം വക്കീൽ ചോദ്യം ഉന്നയിച്ചു. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഡോക്ടർ നന്ദദേവിൻ്റെ ഈ സിഗ്നേച്ചർ. ഏതൊരു പ്രിസ്ക്രിപ്ഷൻ പരിശോധിച്ചാലും അതിൽ താഴ്ഭാഗത്തായി ഡോക്ടറുടെ സിഗ്നേച്ചർ കാണാൻ പറ്റും. അന്നേ ദിവസം, അതായത് ഡിസംബർ 2020 പ്രിസ്ക്രിപ്ഷനിലും അദ്ദേഹത്തിൻ്റെ സൈൻ കാണാം. കൂടാതെ ഇതിലെഴുതിയ മരുന്നല്ല കുട്ടികളുടെ മരണത്തിന് കാരണമാക്കിയത്. അന്നേ ദിവസം ഡോക്ടർ മാനസികമായി തളർന്നിരുന്നത് എന്നത് സത്യമാണ്. അതിൻ്റെ ഭാഗമായി ചെറുതായി മദ്യപിച്ച് എന്നത് ശരിയാണ്.
പക്ഷെ മരുന്ന് മാറിക്കൊടുക്കാൻ മാത്രം അദ്ദേഹം എന്ന അബോധാവസ്ഥയിലായിരുന്നില്ല. എൻ്റെ കയ്യിലുള്ള ഈ പ്രിസ്ക്രിപ്ഷനിൽ അദ്ദേഹം ശരിക്കുള്ള മരുന്നാണ് കുറിച്ചിട്ടുള്ളത്, അതും ഒരു കുട്ടിക്ക് മാത്രം. പക്ഷേ കോടതി മുൻപാകെ നേരത്തെ ഹാജരാക്കിയ പ്രിസ്ക്രിപ്ഷൻ പരിശോധിച്ചാൽ മനസ്സിലാവും, അതിൽ ഡോക്ടറുടെ സിഗ്നേച്ചർ ഇല്ല. കൂടാതെ 4 കുട്ടികൾക്ക് മരുന്ന് നൽകാൻ ഡോക്ടർ പറഞ്ഞിട്ടുമില്ല. ഡോക്ടറോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാൻ ചിലർ മനഃപൂർവ്വം കെട്ടിച്ചമച്ച തെളിവുകളാണ് അവ ഓരോന്നും. ആ പ്രിസ്ക്രിപ്ഷൻ എങ്ങനെ ഉണ്ടാക്കിയതാണെന്നും അത് തയ്യാറാക്കിയ ആളെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തു. ജഡ്ജിൻ്റെ ഉത്തരവനുസരിച്ച് ക്രിസ്റ്റിയും ശിവനെയും രേഷ്മയും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ രേഷ്മ കുറ്റം പെട്ടെന്ന് സമ്മതിച്ചു. തെറ്റ് പറ്റിപ്പോയെന്നും എല്ലാം ക്രിസ്റ്റി പറഞ്ഞിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞ് രേഷ്മ അവിടെയും തടി ഊരാൻ നോക്കി. സത്യം മറച്ചുവെച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച എല്ലാവർക്കും തക്കതായ ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും നിരപരാധിയായ ഡോക്ടർ നന്ദദേവിനെ ഇനിയെങ്കിലും ക്രിമിനൽ ഡോക്ടർ എന്ന മുദ്ര കുത്താതെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കണമെന്നും ആൻ കോടതിയിൽ താഴ്മയായി അപേക്ഷിച്ചു. അവൾ നീതിപീഠത്തിന് മുന്നിൽ കൈ തൊഴുതു നിന്നു. അവസാനം അവളത് പറയുമ്പോൾ അവൾ നന്നേ വിറക്കുന്നുണ്ടായിരുന്നു. അന്നേരം ദേവിന് ആനിനെ ഓർത്ത് അഭിമാനം തോന്നി. അവൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും അവൾക്ക് തന്നെ കിട്ടി. അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ചിരി വിരിഞ്ഞു. എന്നിട്ട് ഈ പറയുന്ന ആൻ മരിയയ്ക്ക് എന്ത് സംഭവിച്ചു? അവളിപ്പോൾ എവിടെയുണ്ട്? ആനിൻ്റെ വീഡിയോ കണ്ട ജഡ്ജിന് അവൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ ആഗ്രഹം തോന്നി. ആൻ മരിയ എന്ന പെൺകുട്ടി ഇന്നിപ്പോൾ ഈ ഭൂമിയിലില്ല സർ, പക്ഷെ അവളുടെ ആ നന്മയുള്ള ഹൃദയം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ തുടിക്കുന്നുണ്ട് സർ. ആൻ മരിച്ചുപോയി എന്നാണോ കുട്ടി പറയുന്നത്? പക്ഷെ പിന്നീട് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെ സർ, ആൻ മരിയ മരിച്ചു, ഒരു ആക്സിഡൻ്റ് രൂപത്തിൽ. ഒരുപക്ഷെ അത് കൊലപാതകമാവാം. അത് പറയേണ്ടത് ക്രിസ്റ്റിയാണ്. അവളെ എങ്ങനെ ഇല്ലാതാക്കി, അതുപോലെ അഭിറാമിൻ്റെ ബോഡി എന്ത് ചെയ്തു, അത് രണ്ടും പറയേണ്ടത് ക്രിസ്റ്റിയാണ് സർ. ഈ പറയുന്ന ആൻ മരിയയ്ക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുകയും മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ഈ ആൻ മരിയയുടെ ഹൃദയമാണ് തനിക്ക് മാറ്റിവെച്ചതെന്നും പിന്നീട് മരിച്ച ആൻ മരിയയ്ക്ക് പകരമായി താൻ ആൻ മരിയായി ജീവിച്ചതുകൂടി ആൻ അവിടെ തുറന്നു പറഞ്ഞു. ബാംഗ്ലൂരിൽ ചെന്ന ക്രിസ്റ്റി ആൻ മരിയയെ കണ്ടെത്തുകയും അവളെ കിഡ്നാപ്പ് ചെയ്ത് ഒരുപാട് മർദ്ദിച്ചെന്നും അവളുടെ കയ്യിലുള്ള തെളിവുകൾ ആവശ്യപ്പെട്ടെങ്കിലും അവളത് എവിടെയാണുള്ളതെന്ന് പറയാൻ കൂട്ടാക്കിയില്ലെന്നും അതിനിടയിൽ അവൾ തങ്ങളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു ഓടിയപ്പോൾ വണ്ടി ഇടിച്ച് അവളെ കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് ക്രിസ്റ്റി കോടതിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു. അഭിറാമിൻ്റെ മൃതദേഹം എവിടെയാണ് കുഴിച്ചു മൂടിയത് എന്ന് കൂടി ക്രിസ്റ്റി വെളിപ്പെടുത്തി. അന്നേരം ദേവിൻ്റെ കണ്ണുകൾ രക്തവർണ്ണമായി. നെഞ്ചിൽ നിന്നും ചോര പൊടിയുന്ന വേദനയായിരുന്നു. അവസാനമായി ഒന്ന് കാണാൻ പോലും അനുവദിച്ചില്ലെന്നോർത്ത് ക്രിസ്റ്റിയെ ജീവനോട് കുഴിച്ചു മൂടാൻ തോന്നിപ്പോയി. ശിവനോട് വെറും പുച്ഛം മാത്രമാണ് തോന്നിയത്. ശേഷം ദേവ് മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുത്തു. ആനിൻ്റെ പ്രകടനം ജഡ്ജിനെ വരെ അത്ഭുതപ്പെടുത്തി. ജഡ്ജ് ആനിനെ നോക്കി പുഞ്ചിരിച്ചു. കുട്ടി എന്ത് ചെയ്യുന്നു? ജഡ്ജിൻ്റെ ചോദ്യം കേട്ട് ആൻ സംശയത്തോടെ ഒന്ന് നോക്കി. ദാറ്റ് ഈസ് വെദർ യു ആർ സ്റ്റഡിങ് ഓർ നോട്ട്. ഞാൻ ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം അവളുടെ നോട്ടം ദേവിലേക്ക് നീണ്ടു. വിച്ച് ഇയർ? സെക്കൻഡ് ഇയർ. ആനിൻ്റെ സ്വരം നേർത്തിരുന്നു. ഓക്കെ ഫൈൻ. മാരേജ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് എനിത്തിങ്. യു ഹാവ് എ ഗുഡ് ഫ്യൂച്ചർ. പുഞ്ചിരിയോടെ ജഡ്ജ് അത് പറഞ്ഞ് ദേവിനെ ഒന്ന് ഇരുത്തി നോക്കാനും മറന്നില്ല. അതിന് ഇങ്ങേരെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അതിന് ഇവിടെ ഇങ്ങേരുടെ മോളൊന്നുമല്ലല്ലോ. എന്നെപ്പോലെ സ്നേഹനിധിയായ ഭർത്താവുണ്ടായാൽ ഭാര്യ ഇതുപോലെ പെട്ടെന്ന് ഗർഭിണിയായെന്നൊക്കെ ഇരിക്കും. അതൊരു തെറ്റാണോ? ദേവ് മനസ്സുകൊണ്ട് സ്വയം ന്യായീകരിച്ചു. അവസാനം കോടതി ദേവിന് അനുകൂലമായി വിധി എഴുതി. ഡോക്ടർ നന്ദദേവിനെ കുറ്റവിമുക്തനാക്കുകയും അയാളുടെ സേവനം ഇനിയും പാവപ്പെട്ട രോഗികൾക്ക് ആവശ്യമാണെന്നും നന്ദദേവിന് താല്പര്യമുണ്ടെങ്കിൽ അതേ മെഡിക്കൽ കോളേജിൽ തുടരാം എന്നും കോടതി വ്യക്തമാക്കി. എന്ന് മാത്രമല്ല, ക്രിസ്റ്റിക്കും ശിവന്യക്കും ജീവപര്യന്തവും ഗൂഢാലോചനയ്ക്ക് കൂട്ടുന്നതിനും കൈക്കൂലി വാങ്ങിയതിനും രണ്ടാം പ്രതി രേഷ്മയ്ക്ക് 5 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. വിധി അറിഞ്ഞതും ക്രിസ്റ്റി പകയോടെ ആനിനെ നോക്കിയപ്പോൾ അത് മനസ്സിലാക്കിയ ദേവ് അവളെ ചേർത്തി പിടിച്ചു. ഞാൻ തിരിച്ചു വരും. 15 വർഷം കഴിഞ്ഞല്ല, അതിനു മുൻപ്. അന്ന് ഞാൻ ജീവനെടുക്കുന്നതേ ഇവളുടെയും നിന്റെ കുഞ്ഞിൻ്റെയും ആയിരിക്കും. വേണമെങ്കിൽ ദിവസങ്ങൾ നീട്ടിക്കിട്ടാൻ താൻ പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞു ക്രിസ്റ്റി പോലീസുകാർക്കൊപ്പം വണ്ടിയിൽ കയറി. പിന്നാലെ വനിതാ പോലീസുകാർക്കൊപ്പം ശിവന്യയും. അവളും പകയെറിഞ്ഞ് നോട്ടം നൽകി അവിടുന്ന് പോയി. കേസിൻ്റെ വിധി അറിയാൻ മീഡിയാസ് പുറത്ത് അടിച്ചുകൂടിയിരുന്നു. നന്ദദേവിൻ്റെ നിരപരാധിത്വം ജനങ്ങളിലേക്ക് കൂടി എത്തിക്കാൻ ആ വീഡിയോ മുഴുവനും TV ചാനലിലൂടെ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. ഫ്ലാഷ് ലൈറ്റ് മിന്നി മാഞ്ഞു. ആനിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ദേവിനെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു. സർ, ഒന്ന് ചോദിച്ചോട്ടെ? മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യം കേട്ടാണ് നന്ദദേവ് നിന്നത്. യെസ്. ഈ നിമിഷം ഭാര്യയെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അവർ കാട്ടിയ ധൈര്യം, അതാണ് നിങ്ങളുടെ വിധി മാറ്റിക്കുറിച്ചത്. ഒരു സാധാരണ സ്ത്രീ ആയിരുന്നേൽ കോടതി മുറിയിലേക്ക് കയറി ചെല്ലാൻ പോലും ധൈര്യം കാണില്ലായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ജഡ്ജിന് മുന്നിൽ പതറാതെ നിന്ന നിങ്ങളുടെ ഭാര്യ ശരിക്കും പൊളിയല്ലേ? ടെൽ മീ സംതിങ് അബൌട്ട് ഹെർ.
എന്താടി പഞ്ഞിമിഠായി ഞാൻ ഇവരോട് പറയേണ്ടത്? ദേവ് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്ത് ചോദിച്ചു. ഇവർ നിന്റെ PR വർക്കേഴ്സ് ആണോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. ദേ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഈഗോ അടിച്ച് നിൽക്കാതെ എന്നെ പൊക്കി പറയൂ മനുഷ്യ. മനുഷ്യാന്നാ? പിന്നെ നിങ്ങൾ മൃഗാണോ? എന്നാ പറ കടുവേ. ഞാൻ പതുക്കെ പറഞ്ഞു. കടുവയോ? വീട്ടിലെത്തിക്കോട്ടെ, ബാക്കി ഞാനേ അപ്പോൾ പറയാം എന്നും അവളോട് പതിയെ പറഞ്ഞു. മാധ്യമ പ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞു. There are no words to describe her. She is always special to me എന്നും പറഞ്ഞു അവളെയും കൊണ്ട് വണ്ടിക്കരികിലെത്തി. വണ്ടിക്കരികിൽ ദീപവും സെലിനും ഉണ്ടായിരുന്നു. സെലിനെ ഒന്ന് നോക്കിയ ശേഷം ദേവൻ ദീപുവിനോടായി പറഞ്ഞു, ആനിനെ വീട്ടിലാക്കിയേക്ക്, എനിക്ക് ചിലരെ ഒന്ന് ശരിക്കും കാണാനുണ്ട് എന്നും പറഞ്ഞ് വണ്ടി എടുത്ത് ഒരു പോക്കായിരുന്നു. ആനും ദീപവും പിറകിൽ നിന്ന് വിളിച്ചുവെങ്കിലും അവൻ നിന്നില്ല. അവന് പിറകെ തന്നെ 3 പേരും കൂടി പോയി. ദേവ് കോശിയുടെ വീടിൻ്റെ ഗേറ്റ് ചവിട്ടി തുറന്ന് വരാന്തയിലെത്തി. ഗേറ്റ് ആഞ്ഞു തള്ളുന്ന ശബ്ദം കേട്ട കോശി ആരാന്നറിയാൻ പുറത്തേക്ക് വന്നതും ഓടുന്നതിന് ദേവിൻ്റെ ചവിട്ടിയിൽ അയാൾ നിലം പതിച്ചു. മുന്നിൽ നിൽക്കുന്ന ദേവിനെയും അവൻ്റെ വലിഞ്ഞു മുറുകിയ മുഖവും കണ്ടു. കാര്യം മനസ്സിലായ കോശി ദേഹത്തും കയ്യിലും ഒക്കെയായ പൊടിയൊക്കെയും തട്ടിക്കളഞ്ഞു. എഴുന്നേറ്റ് ദേവിന് നേരെ തിരിഞ്ഞു. പതിവിലും വിപരീതമായി കോശിയുടെ മുഖം അപ്പോൾ ശാന്തമായിരുന്നു. തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന കോശി കണ്ടതും ദേവിന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. എവിടെയാണ് ശിവൻ? താൻ അവൻ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞോ? തൻ്റെ മോൾ അവനൊന്ന് സ്നേഹിച്ചതിനാണോ താൻ ഇത്രയും വലിയ ചതി എന്നോട് ചെയ്തത്? തന്നോട് എനിക്ക് ചെറിയ ദേഷ്യമൊക്കെ ഉള്ളത് സത്യ. പക്ഷെ അവന്മാരുണ്ടല്ലോ, അവന്മാരോട് എനിക്ക് പകയാണ്, വെറുപ്പാണ്. ജീവൻ എടുക്കാൻ എനിക്ക് അവകാശമില്ലാഞ്ഞിട്ടാണ് ഞാൻ അവരെ വെറുതെ വിട്ടത്. ആ ക്രിമിനൽസിൻ്റെ വാക്ക് കേട്ട് താൻ എനിക്കിട്ട് പണിതുവല്ലേ. എന്തിരുന്നാലും അതൊക്കെയും ഞാൻ ക്ഷമിച്ചനെ. പക്ഷെ താൻ എൻ്റെ ശിവനെ ഇതിലേക്ക് വലിച്ചിട്ടു. ഒരു പ്രാവശ്യം താൻ അവനെ അടിച്ചത് ഞാൻ അറിഞ്ഞിരുന്നു. അന്നവന് വേണ്ടെന്ന് പറഞ്ഞിട്ടാ ഞാൻ തന്നെ ഒന്നും ചെയ്യാഞ്ഞത്. പക്ഷെ ഇപ്പം ഞാൻ തന്നെ വെറുതെ വിടില്ല. പറ, അവൻ എവിടെയാണുള്ളത്? അവൻ്റെ ദേഹത്ത് തൻ്റെ കൈ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ കോശി നോക്കിക്കോളോ, നിനക്കുള്ള വിധി അത് ഈ ദേവൻ തീരുമാനിക്കും. കൊല്ലേണ്ടി വന്നാൽ കൊന്നിരിക്കും എന്നും പറഞ്ഞ് കോശിയെ വീണ്ടും അടിച്ചു. എടാ ദേവ, ഞാനൊന്ന് പറയട്ടെ, നീ ആദ്യം ഈ അടി നിർത്ത്. ദേവനാണെങ്കിൽ ഇതൊന്നും കേൾക്കാതെ കോശിയെ പഞ്ഞിക്കിടുവാണ്. ബഹളം കേട്ട് കോശിയുടെ ഭാര്യ വന്ന് ദേവനോട് കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അവനൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ദേവേട്ടാ, ദേവേട്ടാ, നിർത്ത് നിർത്ത്. കോശിയുടെ വീടിനകത്തു നിന്നും ഇറങ്ങി വന്ന് തന്നോട് അടി നിർത്താൻ പറയുന്ന ശിവനെ കണ്ടതും ദേവ് സംശയത്തോടെ അവനെ അടിമുടി നോക്കി. പ്രത്യക്ഷത്തിൽ അവൻ്റെ ദേഹത്ത് പഞ്ചറൊന്നും കാണാനില്ല. ശേഷം ദേവ് അവൻ്റെ കരണ നോക്കി ഒന്ന് കൊടുത്തുകൊണ്ട് ചോദിച്ചു, നീ ഇവിടെ പെണ്ണ് കാണാൻ വന്നതാണോ? അടികൊണ്ട ഭാഗത്ത് നന്നായി തടവിക്കൊണ്ട് ശിവൻ പറഞ്ഞു, അല്ല. പിന്നെ? അതായത് ദേവേട്ടാ, ശിവൻ പറയാൻ തുടങ്ങിയതും ചുരുക്കി പറഞ്ഞാൽ മതി, കഥ കേൾക്കാനുള്ള മൂഡിലല്ല ഞാനുള്ളത്. ഇയാൾ നിന്നെയും വക്കീലിനെയും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഇങ്ങോട്ടാണോ? അല്ല. പിന്നെ? ദേവേട്ട, ഞാൻ വക്കീലിനെയും കൂട്ടി വരുന്ന വഴിയിൽ വെച്ചിട്ടാണ് ചില ഗുണ്ടകൾ ചേർന്ന് ഞങ്ങളുടെ വണ്ടി തടഞ്ഞ് ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ പ്രതിരോധിക്കാൻ നോക്കിയെങ്കിലും എനിക്ക് പറ്റിയില്ല. അവരൊരുപാട് പേരുണ്ടായിരുന്നു, പോരാത്തതിന് തോക്കും. അവസാനം അവർ ഇയാളുടെ, അതായത് കോശി മുതലാളിയുടെ ഒരു പഴയ ഗോഡൗണിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ശേഷം ഇയാൾ ഗുണ്ടകളോട് പോയിക്കോളാൻ പറഞ്ഞതും അവന്മാർ അവിടെ നിന്ന് പോയി. ശരിക്കും വിനയും ഇയാൾ ചേർന്നാണ് നമുക്ക് പണി തരാൻ ഒരുങ്ങിയത്. എന്നെ തട്ടിക്കളയാനായിരുന്നു വിനയിൻ്റെ പ്ലാൻ. എന്നിട്ടത് ഇയാളുടെ തലയിൽ കെട്ടിവെക്കാനും. കൂടാതെ അവരുടെ ആവശ്യമായ ഈ തെളിവുകളും അവർക്ക് വേണം. അതിൻ്റെ കൂടെ ദേവേട്ടൻ ശിക്ഷിക്കപ്പെടുകയും വേണം. എന്നിട്ട് ആനിനെ വിനയെ കൊണ്ടുപോകും. ക്രിസ്റ്റിക്ക് വേണ്ടത് ദേവേട്ടൻ്റെ അച്ഛൻ്റെ തറവാട്ടിലെ വർഷങ്ങൾ പഴക്കമുള്ള ആ താളിയോല ഗ്രന്ഥങ്ങളും. ഇയാൾക്ക് വേണ്ടത് ഇയാളുടെ മോളെയും. ഇയാളുടെ മോളെ ഞാനങ്ങ് ജീവനോടെ വിഴുങ്ങിക്കളയും എന്നായിട്ട് ഇയാളുടെ പേടി. പക്ഷെ എങ്ങനെയൊക്കെയോ ഇയാൾ ക്രിസ്റ്റിയുടെയും വിനയൻ്റെയും രഹസ്യ സംഭാഷണം കേൾക്കാനിടയായി. അതിൽ നിന്നും ഇയാൾക്ക് വ്യക്തമായി ഇത് യുവന്മാർ തനിക്കിട്ട് തരുന്ന പണിയാണെന്ന്. അവന്മാരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞ ഇയാൾ ഞെട്ടി പണ്ടാരടഞ്ഞു. അങ്ങനെയാണ് വിനയൻ്റെ ഗുണ്ടകൾ കിഡ്നാപ്പ് ചെയ്ത ഞങ്ങളെ ഇയാൾ സംരക്ഷിക്കുന്നത്. അത് മോളെ സ്നേഹിക്കുന്ന പയ്യനോടുള്ള സിമ്പതി കൊണ്ടൊന്നുമല്ല, ജയിലിൽ പോകാനുള്ള പേടി കൊണ്ടാണത്രേ. അതിനിടയിലും ഇയാൾ അതിബുദ്ധി കാണിച്ചിട്ടോ. ഞാൻ സെല്ലിനെ മറക്കാൻ തയ്യാറായാൽ ഞങ്ങൾ രക്ഷിക്കാമെന്നും കൃത്യസമയത്ത് എല്ലാ തെളിവുകളും കോടതിയിൽ എത്തിക്കാമെന്നും പറഞ്ഞപ്പോൾ ഞാൻ ഇയാൾക്ക് സത്യം ചെയ്തു കൊടുത്തു, മോളെ മറന്നോളാമെന്ന്. കാരണം എനിക്ക് അവളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നുമല്ല, മറിച്ച് ദേവേട്ടൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. ദേവേട്ടൻ കഴിഞ്ഞ് എനിക്ക് മറ്റെന്തുള്ളൂ. അന്നേരം ശിവൻ്റെ സ്വരം ചെറുതായിടറി. ഇയാളുടെ മോള് മാത്രമൊന്നുമല്ലല്ലോ ലോകത്ത് പെണ്ണുള്ളത്. അവളെക്കാൾ സുന്ദരിയായ പെണ്ണിനെ ഞാൻ കെട്ടി ഇയാളുടെ മുന്നിൽ കൂടി പോവും. ഇയാൾ വിനയിന് മുന്നിൽ നല്ലപോലെ അഭിനയിച്ച് ഫലിപ്പിച്ചു. ഞങ്ങളെ പൂട്ടിയിട്ടു എന്ന് വരുത്തി തീർത്ത് അവിടെ നിന്ന് സേഫാക്കി ഒരിടത്ത് എത്തിച്ച ശേഷം ദേവേട്ടനെ രക്ഷിക്കാൻ വേണ്ടി എവിഡൻസൊക്കെയും സെലിൻ വഴി ആനിനെ ഏൽപ്പിച്ചു. അതാണ് ശരിക്കും നടന്നത്. ശരി, എന്നിട്ട് നീ ഇവിടെ എന്തെടുക്കായിരുന്നു? ഇയാൾ ഞങ്ങളവിടെ നിന്ന് നേരെ കൊണ്ടുവന്നത് ഇങ്ങോട്ടാണ്.
അതിനിടയിൽ എനിക്ക് ചെറുതായി മുള്ളാൻ മുട്ടി. അപ്പോൾ വാഷ്റൂമിൽ പോവാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ അകത്ത് കയറി വാഷ്റൂമിൽ പോയി. നമ്മുടെ കേസ് ജയിച്ചിട്ട് ഇയാളുടെ 2 വാക്ക് പറഞ്ഞിട്ട് ഇയാളുടെ മോളോട് ഒരു ഗുഡ് ബൈയും കൂടെ ഒരു ഭംഗിക്ക് നിനക്ക് എന്നേക്കാളും നല്ലൊരുത്തിനെ കിട്ടും അതും കൂടി പറഞ്ഞിട്ട് വരാമെന്ന് കരുതി. പക്ഷേ എന്നേക്കാൾ നല്ലൊരുത്തന്നെ അവൾക്ക് ഈ ലൈഫ് കിട്ടില്ല. അത് വേറെ കാര്യം. ഡോ, തൻ്റെ മോള് പുറന്നിറങ്ങി നിന്ന് പോകുമ്പോൾ താൻ പഠിക്കും, ശിവൻ കോശിയോടായി പറഞ്ഞു. ഇതൊക്കെ 2 പേരുടെയും മുഖത്ത് നോക്കി പറയണം. ഇത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചില്ല ദേവേട്ട. അതിനാണോ നിങ്ങൾ എൻ്റെ മോന്തക്കിട്ട് പൊട്ടിച്ചത്? പല്ലിളകിയോന്നൊരു സംശയം. നിങ്ങൾക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ ശിവേട്ട? എന്തിന്? കരച്ചിൽ വരാതെ കരയാൻ പറ്റുമോ? ഞാനിന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കും, നോക്കിക്കോ. അപ്പോഴാണ് ചോദ്യം വന്ന വഴിയും അതിന് പിറകിൽ നിൽക്കുന്ന സെലിനെയും ശിവൻ കാണുന്നത്. ഇത് ചോദിച്ച ദീപു ആയിരുന്നു. സെലിൻ അവനെ ദഹിപ്പിച്ച് നോക്കി. നിറയാൻ വെമ്പുന്ന മെഴുകളെ ശാസിച്ചു നിർത്തി. ശരിക്കും സെലിൻ മുഴുവൻ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ലായിരുന്നു. ശിവൻ അവസാനം പറഞ്ഞത് മാത്രം കൃത്യമായി കേട്ടുള്ളൂ. സോറി അപ്പച്ച, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇങ്ങനെ ഒരാളെ ആണല്ലോ ഞാൻ ഹൃദയം തുറന്ന് സ്നേഹിച്ചു പോയത്. ഇവൻ ചതിയനാ അപ്പച്ച. അപ്പൻ്റെ ശത്രുവിനെ സ്നേഹിച്ച് ഞാനൊരു മണ്ടിയാ. ഐ ഡിസേർവ് ദിസ്, യെസ് ഐ ഡിസേർവ് ദിസ് എന്നും പറഞ്ഞ് സെലിൻ അപ്പനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞു. എന്ന് വെച്ചാൽ കോശി സെലിനോട് ചോദിച്ചു. ഞാനിത് അർഹിക്കുന്നു എന്ന് പറഞ്ഞതാ. അപ്പനെ ഞാൻ വിഷമിപ്പിച്ചില്ലേ? സാരമില്ല മോളെ, മോൾക്ക് ഇപ്പോഴെങ്കിലും അപ്പൻ്റെ സ്നേഹം മനസ്സിലായല്ലോ. പോട്ടെ പോട്ടെ, കരയല്ലേ. കോശി ചെറുതായി സെന്റിയടിച്ചു നോക്കി. ശിവൻ ദീപുവിന് കേൾക്കാൻ പാകത്തി പറഞ്ഞു. എടാ, ഇവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? പോരാഞ്ഞതിന് അവൻ്റെ ഒരു തെലുങ്ക് മൂവി ഡയലോഗും. ശിവേട്ട, അതിനിത് നമ്മുടെ വീടല്ല, അവരുടെ വീട് തന്നെയാ. ഓ ആണല്ലേ, ഞാൻ മറന്നു. ശിവേട്ട, ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറമെ ചിരിക്കാനും ചിരിപ്പിക്കാനുള്ള കഴിവേ അപാരം. നീ ഒന്ന് പോയടാ, ശിവൻ ദുഃഖം പുറത്തു കാട്ടാതെ ദീപുവിനോടായി പറഞ്ഞു. അപ്പ, എനിക്ക് സമ്മത. സെലിൻ കരച്ചിലൊന്നടങ്ങിയ ശേഷം കോശിയോടായി പറഞ്ഞു. എന്തിന്? കോശി പ്രത്യേക താളത്തിൽ ചോദിച്ചു. മറ്റൊരു കല്യാണത്തിന്. എത്രയും പെട്ടെന്നായാൽ അത്രയും നല്ലത്. അങ്ങനെയാണ് ഇയാൾക്കുള്ള മറുപടി കൊടുക്കേണ്ടത്. കെട്ട് നടത്താനോ? അതിന് നിന്റെ കെട്ട് ഇപ്പം നടത്തുന്നു എന്ന് ആര് പറഞ്ഞു? കോശിയുടെ ചോദ്യം കേട്ട് സെലിൻ വാപ്പൊളിച്ചു നിന്നു. ആരും പറഞ്ഞില്ല, പക്ഷേ എനിക്ക് ഇയാളുടെ റിവഞ്ച് ചെയ്യണം അപ്പ, പ്ലീസ് എന്നെ അതിന് അനുവദിക്കൂ എന്നും പറഞ്ഞ് കോശിയെ ഇടം കണ്ടിട്ട് നോക്കിയ ശേഷം ശിവന് നേരെ പുച്ഛം വാരി വിതറി. കർത്താവെ, ഈ ഫസ്റ്റ് ഇയറിൽ മൊത്തം സപ്ലികൾ വാരിക്കൂട്ടിയാണ് ഈ ഉള്ളവൾ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നത്. മിക്കവാറും ഈ വർഷം എൻ്റെ ഗതി ഇത് തന്നെയായിരിക്കും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ കെട്ടിയോന് സോപ്പിട്ട് ഇനി പഠിക്കാൻ പോകണില്ലെന്ന് പറയായിരുന്നു. പിന്നെ അപ്പൻ്റെ ഈ ഓഞ്ഞ ഡയലോഗും കേൾക്കുകയും വേണ്ട. നിന്റെ പഠനത്തിന് വേണ്ടി എത്രയാ ക്യാഷ് ഞാൻ വാരി വിതറിയത്. കേട്ട് മടുത്തു. കൂടാതെ എന്നെ ഒഴിവാക്കി കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുന്ന ഈ തെണ്ടിക്കിട്ട് മുട്ടം പണിയും കൊടുക്കണം. എൻ്റെ സ്നേഹത്തിന് വില കൽപ്പിക്കാത്ത ദുഷ്ടൻ. സ്റ്റിൽ ഐ ലവ് യു ശിവേട്ട. ദുഷ്ടൻ എന്നാലും എന്നെ തിരിച്ചില്ലേ? സെലിൻ്റെ ഹൃദയം മന്ദിച്ചു. എന്നാലും നിങ്ങൾക്ക് എന്നെ വേണ്ട എന്ന് തോന്നിയല്ലോ ശിവേട്ട. സെലിൻ ഓരോന്ന് മനസ്സിലാക്കി ശിവന് നേരെ തിരിഞ്ഞു. എല്ലാവരും കേൾക്കാൻ പാകത്തി പറഞ്ഞു. നോക്കിക്കോ, ഞാൻ വേറെ കെട്ടി എൻ്റെ കെട്ടിയോനെ കൊണ്ട് ഒരു പട്ടി വാങ്ങിച്ചു. അതിന് തൻ്റെ പേരിട്ട് തൻ്റെ മുന്നിലൂടെ കൊണ്ടുവന്ന് വിളിക്കും. ഡാ ശിവൻ പട്ടീന്ന്. യെസ് ഐ വിൽ ഡു ഇറ്റ് എന്നും പറഞ്ഞ് ശിവനെ നോക്കി പല്ലി ഞെരിച്ചു. തിണ്ടി പട്ടി, ചെറ്റി, റാസ്കൽ, ദുഷ്ടൻ, ചതിയൻ, ഐ ഹേറ്റ് യു. ഇതൊക്കെ കേട്ട് ശിവൻ തീശി കടിച്ചമർത്തി. ഇതൊക്കെ കണ്ടും കേട്ടും ദേവിന് തോന്നിപ്പോയി വെറും മണിക്കൂറുകൾ കൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. മോനെ ദേവ, നീ എനിക്ക് 2 ദിവസം വീട്ടിലിരിക്കാനുള്ള വക ഒപ്പിച്ചു തന്നത് സന്തോഷം. എടാ, നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടായെന്നല്ലാതെ എനിക്ക് നിന്നെയോ നിന്റെ കൂടെയുള്ളവരെയോ കൊല്ലാനുള്ള ദേഷ്യമൊന്നും ഇല്ലടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ചോര കണ്ട അപ്പം തലകറക്കം വരും. പിന്നെ ഒരുത്തനെ കൊല്ലുക. പിന്നെ അന്ന് ഇവൻ്റെ കൈയൊടിച്ചതേ ഇവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. എൻ്റെ മോളെ എൻ്റെ മുന്നിൽ വെച്ച് പ്രേമിച്ച ഞാൻ സഹിക്കൂ? അതും കർത്താവിൻ്റെ മണവാട്ടിയാവാൻ പോകുന്നവളെ. അതേ ഞാനും ചെയ്തുള്ളൂ. കർത്താവിൻ്റെ മണവാട്ടിയോ? ആര്, എപ്പോ, എങ്ങനെ? സെലിൻ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. നിന്നെ. അത് പിന്നെ എൻ്റെ അപ്പനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെ പള്ളിയിലച്ഛനാക്കണമെന്ന്. പക്ഷെ എനിക്കത് പറ്റിയില്ല. പിന്നീട് എനിക്ക് കുറ്റബോധം തോന്നി ഞാനും നേർന്നു എനിക്കൊരു ആൺകുട്ടി ഉണ്ടായാൽ വലുതായി അവനൊരു അച്ഛനാക്കാമെന്ന്. അച്ഛനാക്കാമെന്നല്ലേ തീർന്നുള്ളൂ. ആവൂ സമാധാനം, സെലിൻ നെഞ്ചു തടവിക്കൊണ്ട് പറഞ്ഞു. അതെ, അച്ഛനാക്കാം എന്നല്ലേ നേർന്നുള്ളൂ, അല്ലാതെ പെൺകുട്ടി ഉണ്ടായാൽ പള്ളിയിലെ അമ്മയാക്കാം എന്നൊന്നും നേർന്നില്ലല്ലോ. അതിനിടയിൽ ദീപു അത് പറഞ്ഞതും ഞാൻ അവനോട് പതിയെ പറഞ്ഞു. പള്ളിയിലെ അമ്മയല്ലടാ, കന്യാസ്ത്രീ, അങ്ങനെയാ പറയാം. ഓ അങ്ങനെയാണോ? ഫീമെയിൽ ക്യാരക്ടേഴ്സ് വരുമ്പോൾ എന്തൊരു വ്യത്യാസമല്ലേ. എന്തായാലും അങ്ങനെ നേർന്ന് കാണുമോ? എനിക്കെങ്ങനെ അറിയാം? നീ പോയി അയാളോട് ചോദിക്കുക. അയാൾ ദീപുവിനെ നോക്കി പറഞ്ഞു.
നേർന്നിരുന്നു, പെൺകുട്ടി ആയാലും നേർന്നിരുന്നു. കോശി പറഞ്ഞത് കേട്ടതും സെലിൻ്റെ നെഞ്ച് വിറക്കാൻ തുടങ്ങി. ഒന്ന് പോപ്പ, അപ്പന് വാക്ക് തെറ്റിക്കാങ്കേ എനിക്കും ആവാം. അല്ല പിന്നെ. സെലിൻ പറഞ്ഞത് കേട്ടതും കോശി അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. അതല്ല മോളെ, ഞാൻ അന്നേരം നിങ്ങളുടെ അമ്മച്ചിക്ക് വാക്ക് കൊടുത്തു പോയിരുന്നു. അത് അപ്പനെന്ന് അച്ഛനാവാത്തത്. അച്ഛനായില്ലെന്താ, 2 പിള്ളേരുടെ അപ്പനായില്ലേ? ദീപു പതിയെ പറഞ്ഞു. ഒരു വാക്കല്ലേ അത് തെറ്റിച്ചിരുന്നേ. ഇപ്പം മാനഴിഞ്ഞ് വീടായിരുന്നോ? അതും അമ്മച്ചിയോട്. അമ്മച്ചിക്ക് വല്ല ഗോൾഡോ മറ്റോ വാങ്ങിക്കൊടുത്ത് ഡീൽ ചെയ്താൽ പോരായിരുന്നോ? ഇപ്പം ചെയ്യാറുള്ളത് പോലെ. അന്ന് അങ്ങനെ ചെയ്തിരുന്നാലേ അമ്മച്ചിയെങ്കിലും രക്ഷപ്പെടുമായിരുന്നല്ലോ. സ്വന്തം അപ്പൻ്റെ വാക്കിനും ആഗ്രഹത്തിനും വില കൊടുക്കാതെ ഒരു പെണ്ണിനെയും കെട്ടി, എന്നിട്ട് ഇപ്പോൾ എന്നോട് കർത്താവിൻ്റെ മണവാട്ടിയാവാൻ പറയുന്നു. അപ്പനാണത്ര അപ്പൻ. നടന്നു തന്നെ. എനിക്ക് തൽക്കാലം ഈ ശിവേട്ടൻ്റെ മണവാട്ടിയായാൽ മതി എന്ന് പറഞ്ഞ് അവൻ്റെ കരം കവർന്നു. എടി, ഞാനെന്ന് അച്ഛനായിരുന്നേ നീ ഇങ്ങനെ പറയാൻ കാണുമായിരുന്നു, കോശി ദയനീയമായി പറഞ്ഞു. അത് പോയിന്റാണ്. ദീപു ഇടയിൽ തగ్గടിക്കുന്നുണ്ട്. ഒന്ന് പോപ്പ, ഞാൻ വല്ലവരുടെയും മകളായി ഈ ഭൂമിയിൽ ഉറപ്പായും ജനിക്കുമായിരുന്നു. സെലിനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതേട്ടത്തി, ഒരു സംശയം ചോദിച്ചോട്ടെ? ദീപു ആനിനോട് പതിയെ പറഞ്ഞു. എന്താടാ? അതെ, ഈ ക്രിസ്ത്യൻസ് പൊതുവെ അച്ഛനെ അപ്പൻ, അപ്പച്ചൻ എന്നൊക്കെയാണല്ലോ വിളിക്കാറ്. പിന്നെ ഈ പുരോഹിതന് മാത്രം പള്ളിയിൽ അച്ഛൻ എന്ന് വിളിക്കുന്നതിനാ പള്ളിയിലപ്പൻ എന്നാക്കിക്കൂടെ? ലോകത്ത് ആർക്കും ഇല്ലാത്ത സംശയമാണല്ലോ നിനക്ക്. ഒന്നും മിണ്ടാതിരിക്കോ? അല്ല, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? ഒന്നും പോടാ, മനുഷ്യനെ വട്ടുപിടിപ്പിക്കാതെ. അവനെ നോക്കി പറഞ്ഞതും അവൻ തൽക്കാലത്തേക്ക് വാക്കൂട്ടി. ശിവേട്ട, സോറി, എനിക്ക് മാപ്പ് തന്നാലും. അല്ലെങ്കിൽ മുഴുവനും കേൾക്കാതെ ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ബൈ എന്താണ് ശരിക്കും ഇവിടെ നടന്നത്? സെലിൻ നൈസായിട്ട് മറുകണ്ണ ചാടി ശിവനെ പതപ്പിച്ചു. അത് കേട്ട ശിവൻ അവളെ പുച്ഛിച്ച് തള്ളി നടക്കാനൊരുങ്ങി. ശിവേട്ട, പോവല്ലേ, ഞാനുണ്ട്, സെലിൻ വിളിച്ചു പറഞ്ഞു. പോടി എന്നും പറഞ്ഞ് ശിവൻ തിരിഞ്ഞു നോക്കാതെ നടന്നു. ശിവേട്ട, ഹാപ്പി വാലന്റൈൻസ് ഡേ, ലവ് യു, സെലിൻ പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷെ ശിവൻ ഒന്നും മിണ്ടാതെ വണ്ടിയിൽ കയറി. ഷെടാ, ഇന്ന് വാലന്റൈൻസ് ഡേ ആയിരുന്നോ? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ദീപുവിന് എന്ത് ഗിഫ്റ്റ് കൊടുക്കും? അതിനിടയിൽ ദീപു പറയുന്നത് കേട്ട് ഞാൻ അവനെ ഒന്ന് ഇരുത്തി നോക്കി. പുരകത്തുമ്പോൾ തന്നെ വാഴ വെട്ടണമല്ലേ? വാഴ വെട്ടാനുള്ളതാണ്, വെട്ടിയിരിക്കണം. പിന്നല്ലാതെ ഇതൊക്കെയല്ലേ ഒരു രസം. ദേവേട്ടന് കൊടുക്കുന്നില്ലേ? എന്ത് ഗിഫ്റ്റ്? അങ്ങേർക്ക് അതിലൊന്നും താല്പര്യമില്ല. പിന്നെ ഞങ്ങൾ കമിതാക്കളൊന്നും അല്ലല്ലോ. അതുമല്ല, ഞങ്ങളുടേത് ലവ് മാരേജും അല്ല. മാരേജ് കഴിഞ്ഞവർക്ക് ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? അതില്ല. എന്നാലും ഒരെന്നാലുമില്ല. ഇതിന് വെറൈറ്റി ഗിഫ്റ്റ് കൊടുത്താൽ അങ്ങേര് മൂക്കം കുത്തി വീഴും. എന്ന് വെച്ചാൽ ഓ, ഒന്നും അറിയാത്ത പോലെ. ഇനി അതുകൂടി ഞാൻ തന്നെ പറഞ്ഞു തരണോ? കൊച്ചു കള്ളി. എടാ, ഒന്ന് പതുക്കെ പറ, ദേവേട്ടൻ നമ്മളെ ശ്രദ്ധിക്കുന്നു. ദീപുവിനോടായി പറഞ്ഞു. ശിവൻ പോയതും സെലിൻ്റെ കണ്ണ് നിറഞ്ഞു. ദേവേട്ട, അതൊക്കെ ഞാൻ നേരത്തെ ചുമ്മാ വാശിപ്പുറത്ത് പറഞ്ഞതാ. ഞാനും വന്നോട്ടെ നിങ്ങളുടെ കൂടെ? പ്ലീസ്, എനിക്ക് മടത്ത് ചേരണ്ട. എങ്ങോട്ട്? തൽക്കാലം കൊച്ചി ഇവിടെ താമസിച്ചാൽ മതി. എന്നിട്ട് അപ്പനോട് വിശദമായി ചോദിക്കും ശരിക്കും എന്താണിന്ന് നടന്നതെന്ന്. അവൻ്റെ ദേഷ്യം നടങ്ങിയാൽ അവൻ നിന്നെ കാണാൻ വരും. പിന്നെ ഈ പാർട്ട്നേഴ്സ് തമ്മിൽ ഇതുപോലെ സൗന്ദര്യപ്പിണക്കൊക്കെ സ്വാഭാവികം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ തലയിൽ കയറി നിറങ്ങുന്നതേ ഇച്ചിരി കുറച്ചാൽ കൊള്ളാം. അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നല്ലേ കൊച്ചിൻ്റെ വാക്കകത്തെ ഇപ്പോൾ ഒറ്റൊരു പല്ല് കാണില്ലായിരുന്നു. അവനോട് കുറുമ്പും കുസൃതിയും തമാശ പറച്ചിലും ഒക്കെ ആവാം. പക്ഷേ അത് നിങ്ങൾ മാത്രം ഉള്ളപ്പോൾ ആയിരുന്നേ അവനും അത് ആസ്വദിച്ചേനെ. ആ പട്ടി വിളിയുണ്ടല്ലോ, അത് വേണ്ടായിരുന്നു. എന്തായാലും അപ്പൻ മോൾ ഇരുന്ന് ആലോചിക്ക്. കർത്താവിൻ്റെ മണവാട്ടി ആവണോ അല്ലെങ്കിൽ ശിവൻ്റെ മണവാട്ടി ആവണോ എന്ന്. ഇല്ലേ, കുട്ടി ഒരു കാര്യം ചെയ്യും. കുട്ടിയുടെ കുട്ടിയെ അച്ഛനോ അമ്മയോ എന്ത് വേണേലും ആക്കിക്കോളാന്ന് കുട്ടിയെ നേർന്നോളൂ. നേരുന്നതിന് മുൻപേ ശിവനോട് കൂടി ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾക്ക് ഒരുപാട് പണിയുള്ളതാ. എന്തായാലും കോശി സാറ് ജീവിതത്തിൽ ആദ്യമായി കോശി മുതലാളി നല്ലൊരു കാര്യം ചെയ്തല്ലോ. താങ്ക്സ്. ഇനിയും നമ്മൾ തമ്മിൽ ശത്രുത വേണമെന്ന് കോശി മുതലാളി ആലോചിക്കുക. പിന്നെ ഞാൻ തന്ന ഇടി, അത് ഇവളെ എനിക്ക് കെട്ടിച്ചു തരാൻ അന്ന് കാട്ടിയ ആ മനസ്സുണ്ടല്ലോ, അതിനിരിക്കട്ടെ. ഞാൻ അന്നേ നിങ്ങൾക്ക് ഓങ്ങി വെച്ചതായിരുന്നു. ദേവ് ചെറുചിരിയോടെ പറഞ്ഞു. എടാ ഉവ്വ്, അതിന് നീ എന്നോട് നന്ദിയല്ലടാ പറയേണ്ടത്. ഇവള് തങ്കക്കൂടോ അല്ലയോ? എവിടെ നിന്ന് കിട്ടും നിനക്ക് ഇതുപോലൊരു കൊച്ചിനെ? കോശിയെ വിട്ടുകൊടുത്തില്ല. അതൊക്കെ ശരിയാ, അക്കാരണത്താലാണ് ഞാൻ ഇതിൽ ഒതുക്കിയത്. അന്നേരമായിരുന്നാലേ തൻ്റെ കൈ ഞാൻ വെട്ടിയേനെ എന്ന് പറഞ്ഞു ആനിനെ ചേർത്ത് പിടിച്ചു. എനിവേ താങ്ക്സ് ആൻഡ് സോറി എന്നും പറഞ്ഞ് ആനിൻ്റെ കൈയും പിടിച്ച് നടന്നു. അടിയും താങ്ക്സും സോറിയും എന്നാത്തിനാണെന്ന് പറഞ്ഞിട്ട് പോടാ. താങ്ക് യു ഫോർ ബീങ് എ റീസൺ ഫോർ മീ ടു ഗെറ്റ് ഹർട്ട് ആൻഡ് സോറി ഫോർ ഹിറ്റിംഗ് സംവൺ ഓൾഡർ ദൻ മീ വിത്തൗട്ട് നോയിങ് ഇറ്റ് എന്ന് പറഞ്ഞ് ചെറുചിരിയാലെ വണ്ടിയിൽ കയറി. എടാ, മലയാളത്തിൽ പറഞ്ഞിട്ട് പോടാ.
കോശി മുതലാളി മോളോട് ചോദിച്ചു നോക്ക്, മോളതിൻ്റെ അർത്ഥം പറഞ്ഞുതരും. ഓ പിന്നെ, സപ്ലികൾ വാരിക്കൂട്ടി ഇവളോ? തൻ്റെ കോളേജിൽ മര്യാദയ്ക്ക് പഠിപ്പിക്കുന്ന സാറന്മാരൊന്നുമില്ലേ? കണ്ടില്ലേ, കുട്ടികൾ പരീക്ഷയിലെ 8 നിലയിൽ പൊട്ടിയിരിക്കുക. മോളോട് അവിടെ എവിടെയും കറങ്ങി നടക്കാതെ മര്യാദയ്ക്ക് ക്ലാസ്സിൽ കയറിയിരുന്ന് 4 അക്ഷരം പഠിക്കാൻ പറ. എന്നാ പൊട്ടില്ല. എൻ്റെ കോളേജിൻ്റെ പേര് നശിപ്പിക്കാൻ ഒരാളെയും ഞാൻ സമ്മതിക്കില്ല. ഈ വർഷം മൊത്തം എഴുതിയെടുത്തേക്കണം, ഇല്ലേ ടീച്ചർ തന്നെ പറഞ്ഞു വിടും എന്ന് പറഞ്ഞു ദേവ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദേവിൻ്റെ കൂടെയും ദീപു ശിവൻ്റെ കൂടെയും വണ്ടി കയറി. കേട്ടല്ലോടി, മര്യാദക്ക് മൊത്തം പേപ്പർ എഴുതിയെടുത്തേക്കണം, ഇല്ലെങ്കിൽ മടത്തിക്കൊണ്ട് പോയി ചേർക്കും എന്ന് പറഞ്ഞ് അയാൾ ചതഞ്ഞ ഭാഗമൊക്കെയും ഒരു കയ്യാൽ ഒഴിഞ്ഞകത്തേക്ക് നടന്നു. മൊത്തം പാസ്സായാൽ ഞാൻ മടത്തി പോവേണ്ടല്ലോ അല്ലേ? ശരി, നൈസായിട്ട് കാര്യം ഡീൽ ചെയ്തു. അതപ്പോൾ തീരുമാനിക്കാം. കോശി നടത്തം നിർത്തി തിരിഞ്ഞു നോക്കി പറഞ്ഞു. അത് പറ്റില്ല, അപ്പം വാക്ക് തരണം. ശരി, വാക്ക്. താങ്ക് യു അപ്പച്ചാ. ഞാൻ ഇപ്പം തന്നെ പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ നേടിയിരിക്കും, അതിനുവേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു എന്നും പറഞ്ഞവൾ അകത്തേക്ക് പോയി. അതുകൊണ്ട് കോശി മനസ്സിൽ പറഞ്ഞു, പിന്നെ നീ നേടും ഉണ്ടാ. നിന്നെ എനിക്ക് അറിഞ്ഞൂടടി മോളെ. സ്കൂളിലും കോളേജിലും നിനക്ക് സീറ്റ് കിട്ടാൻ വേണ്ടി കാശ് എത്തിയാ ഞാൻ വലിച്ചെറിഞ്ഞത്. സപ്ലികൾ വാരിക്കൂട്ടാൻ ഇനിയും എൻ്റെ മോളുടെ ജീവിതം ബാക്കി എന്നും പറഞ്ഞ് അയാൾ ഭാര്യയോട് ചൂടുവെള്ളവും ഒരു ടവലും കൊണ്ടുവരാൻ പറഞ്ഞു നടവും തടവി അകത്തോട്ട് പോയി. ദേവിൻ്റെ കൂടെ ദേവ് മാൻഷനിലേക്ക് പോവുകയാണ്. കാറിലായിരുന്നു ഇരുവരുടെയും യാത്ര. നിനക്കും ഉണ്ടോടി ഈ മറ്റേത്? എന്തോന്ന്? ഈ സപ്ലിയെ? ദേവിൻ്റെ ചോദ്യം കേട്ടാൻ ആദ്യം ഒന്ന് പതറിയെങ്കിലും സപ്ലി എന്ന് കേട്ടതും അവൾക്ക് ആശ്വാസമായി. അതായിരുന്നു ചോദ്യം കേട്ടപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു. ആൻ അവനെ നോക്കി ഇടം കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് സപ്ലി ഒന്നുമില്ല, അക്കാര്യത്തിലേ ഞാൻ ഡീസൻ്റാണ്. ഞാൻ ക്ലാസ് ടോപ്പറാ, അതറിയോ നിങ്ങൾക്ക്? എന്നാൽ ഈ വർഷം എക്സാം കഴിയുമ്പോൾ കിട്ടിക്കോളും. അതെന്താ അങ്ങനെ പറഞ്ഞത്? ആൻ മുഖം ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, കോളേജിൽ പോക്ക് നിർത്തിയിട്ട് 2 മാസം കഴിഞ്ഞു. ഇനി എക്സാമിന് കഷ്ടിച്ച് 1 മാസം ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. മിസ്സായ ക്ലാസ്സിൻ്റെയൊക്കെ നോട്ട്സൊക്കെ ഞാൻ കൃത്യമായി എഴുതിയെടുത്തു. പിന്നെ ക്ലാസ് ഓൺലൈനായിട്ടും കാണാൻ പറ്റുമല്ലോ. അങ്ങനെ പല മാർഗങ്ങൾ വഴി ഞാൻ മുഴുവനും കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സപ്ലി കിട്ടില്ല, ഡോക്ടർ സാർ പേടിക്കാന്ന് വേണ്ട. എന്നാൽ നിനക്ക് കൊള്ളാം, ഇതൊക്കെ ഓർത്തിട്ട് വേണമായിരുന്നു. ദേവ് അത്രയും പറഞ്ഞ് നിർത്തി. ഓർത്തിട്ട് വേണമായിരുന്നു? ബാക്കി പറ. ഞാൻ വിടാൻ തയ്യാറല്ല. എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. ഇതൊക്കെ ഓർത്തിട്ട് വേണമായിരുന്നു കൂടെ കിടന്നു തരാനെന്ന്. അതും പറഞ്ഞ് അവളെ നോക്കി കള്ളച്ചിരിങ്ങ് പാസ്സാക്കി. ചിപ്പോള ദുഷ്ട, ഇനി എന്നെ തൊടാനെന്ന് പറഞ്ഞ് വാ. ഞാനാണെ മര്യാദയ്ക്ക് ടാബ്ലറ്റും തന്നതുമാണ്. കിടന്ന് അനുഭവിച്ചോ. ദേവ് വീണ്ടും അവളെ ദേഷ്യം പിടിപ്പിക്കാനെന്ന് വണ്ണം പറഞ്ഞു. ഓ ശരി, ഇപ്പം എല്ലാം എൻ്റെ തെറ്റാണല്ലോ, സമ്മതിച്ചു. ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഞാൻ അന്നങ്ങനെ ചെയ്തത്. നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണ്ട. എൻ്റെ കുഞ്ഞിനെ വയറ്റിലിടാൻ അറിയാമെങ്കിൽ അതിനെ പ്രസവിക്കാനും വളർത്താനും എനിക്കറിയാം. കൂടെ എൻ്റെ പഠിത്തം കൊണ്ടുപോവുകയും ചെയ്യും. വെൽ പ്ലാൻഡ് ആണല്ലോ. കുഞ്ഞിന് അച്ഛനും കൂടിയുണ്ട്, അക്കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതാ. അവൾ അമ്മയുടെ മോളാണ്, വല്ലപ്പോഴുള്ള അച്ഛൻ്റെ ഈ സ്നേഹം അവൾക്ക് വേണ്ട. അതും പറഞ്ഞ് ഞാൻ മുഖം തിരിച്ചു. അതവൾ ഇവിടെ വന്ന് കഴിഞ്ഞ് പറയട്ടെ. എൻ്റെ അധ്വാനത്തിൻ്റെയും കൂടി റിസൾട്ടാണ് ഇപ്പോൾ വയറ്റി കിടക്കുന്നത്, അല്ലാതെ നിനക്ക് ചുമ്മാ കിട്ടിയതൊന്നുമല്ലല്ലോ. ഇനി നോക്കിക്കോടി, അവൾ പറയും അവൾ പപ്പയുടെ പ്രിൻസസ് ആണെന്ന്. എൻ്റെ കൊച്ചിനറിയാം ഞാൻ എത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എൻ്റെ കുഞ്ഞിന് നിന്നെ പോലെ കണക്കിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞ് അവളുടെ കവളിലൊന്നും നുള്ളി. ദയവേട്ട, നമുക്ക് ബീച്ചിലേക്ക് പോയാലോ? ഇപ്പോഴോ? ആന്നേ, നമുക്ക് ഇത്തിരി നേരം കാറ്റ് കൊള്ളാലോ. ശരിയെന്നും പറഞ്ഞ് ദേവ് വണ്ടി ബീച്ചിലേക്ക് വിട്ടു. ബീച്ചിൽ മൊത്തം പരസ്പരം പ്രണയം കൈമാറുന്ന കപ്പിൾസായിരുന്നു. ചിലർ ചുംബനങ്ങൾ നൽകിയും ചിലർ ചുവന്ന റോസാപ്പൂക്കൾ നൽകിയും ചിലർ ഹാർട്ട് ഷേപ്പ് ബലൂൺ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഗിഫ്റ്റ് കൈമാറിയും ചിലർ ഒരുമിച്ച് ഐസ്ക്രീം നുണഞ്ഞു, ചിലർ കൈകൾ കോർത്ത് പിടിച്ച് ചേർന്നെന്നും അങ്ങനെ പലതരത്തിൽ പ്രണയം കൈമാറുന്നുണ്ട്. അവൻ അവരേക്ക് നോക്കി നടക്കുന്നത് കണ്ടതും ദേവ് അവളുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്തു. ഇവരെ വായി നോക്കാനാണ് നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ദേവേട്ടാ, ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്, കമിതാക്കൾ പ്രണയം കൈമാറുന്ന ദിനം. എന്ത് രസമായിരിക്കും. എനിക്ക് പ്രണയിച്ച് കിട്ടാനായിരുന്നു ആഗ്രഹം. കോളേജിലെത്തിയിട്ട് പ്രേമിക്കാൻ എന്നായിരുന്നു എൻ്റെ പ്ലാൻ. അതിനിടയിലാണ് ഈ ട്രാജഡി ഒക്കെ നടക്കുന്നത്. ആ ട്രാജഡിയിൽ ഞാനും പെടുമായിരിക്കും അല്ലേ? പിന്നല്ലാതെ നമ്മുടെ മാരേജ് ആയിരുന്നല്ലോ ഏറ്റവും വലിയ ട്രാജഡി. 2 മണ്ടന്മാരായ അനിയന്മാരും കൂടെ ഒരു അരമണ്ടൻ കലിപ്പൻ ചേട്ടൻ, 3 പേരും കൂടി ആയപ്പോൾ അതൊരു കോമഡി ആയി മാറി. വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ. ഇത് കേട്ടതും ദേവ് അവളെ ദഹിപ്പിച്ചു നോക്കി. ലൈഫ് ലോങ് ട്രാജഡിയും കോമഡിയുമായി എൻ്റെ കൂടെ പൊറുക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരു ട്രാജഡി ആണെന്ന്. പേർദോഷം വീണ എനിക്ക് നല്ലൊരു ചെറുക്കനെ കിട്ടില്ലല്ലോ. അതോർത്തപ്പോൾ ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പോരട്ടെ, മനസ്സിലുള്ളത് മുഴുവൻ പോരട്ടെ. ട്രാജഡി, കോമഡി, അഡ്ജസ്റ്റ്മെൻറ്റ്, അരമണ്ടൻ. എൻ്റെ കൊച്ചിപ്പോൾ വയറ്റി കിടക്കുന്നത് നിൻ്റെ ഭാഗ്യം ഇല്ലേ? ദേ ആ കടലിൽ കൊണ്ടുപോയി മുക്കിയേനെ ഞാൻ.
10 പൈസ സ്ത്രീധനം വാങ്ങാതെ ഓരോ പേരോ അറിയാതെ എന്തിന് എത്ര നാൾ ജീവിക്കും എന്ന് യാതൊരു ഗ്യാരണ്ടി പോലും ഇല്ലാത്ത ഒരുത്തി എന്നെ പോലൊരു യങ് ആൻഡ് ഹാൻഡ്സവും മോസ്റ്റ് പോപ്പുലർ ബിസിനസ്മാനും പോരാത്തൊരു ഡോക്ടറും കൂടിയായ ഞാൻ കെട്ടി കൂടെ പൊടിപ്പിച്ചത് തന്നെ നിന്റെ ഭാഗ്യം. ഓഹോ, അപ്പോൾ സ്ത്രീധനം കിട്ടാത്തതാണ് സാറിൻ്റെ വിഷമം. നിങ്ങളങ്ങ് മുംബൈയിൽ വാ. അവിടെ വി പി അസോസിയേറ്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ഈ ധാരാവി എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അതെ, അധികം ഊതല്ലേ. എന്നാൽ ഇപ്പോൾ കേട്ടിട്ടേ ഇല്ല, കേൾക്കണം. അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും ചോദിച്ചാൽ അവർ പറയും. എന്തു പറയുന്ന ഈ വി പി ആരാണെന്ന്? സത്യത്തിൽ ഈ വി പി ആരാ? ദേവ് വീണ്ടും അവളെ വട്ടിപിടിപ്പിച്ചു. ഓ, നിങ്ങളെന്നെ കളിയാക്കുവാണോ? ഹേയ്, കാര്യമായി ചോദിച്ചതാ. വി ഫോർ വിനയ് ആൻഡ് വൃന്ദ, പി ഫോർ പ്രഭാകർ. ഇപ്പം മനസ്സിലായല്ലോ. അല്ല, നിങ്ങൾ 2 പേരില്ലേ, അപ്പോൾ 2 വി വേണ്ടേ? ഇതിപ്പോൾ ഒരു വി മാത്രമല്ലുള്ളൂ. ഐ തിങ്ക് ഇറ്റ്സ് ഓൺലി വിനയ്. നിന്റെ ചേട്ടൻ നിന്നെ പറ്റിച്ചതാ. ഓ, ഞാനതങ്ങ് സഹിച്ചു. ഇയാൾ ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. മുംബൈയിലെ നാനാഭാഗത്തായി വ്യാപിച്ചു കിടക്കുന്ന വി പി കൺസ്ട്രക്ഷൻസ്, വി പി ട്രേഡേഴ്സ്, വി പി മാനുഫാക്ചറിങ്, വി പി ഗാർമെൻറ്റ്സ്, വി പി മാൾ, വി പി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതിൻ്റെയൊക്കെ പകുതി അവകാശമാണ് ഈ ഞാൻ. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ ഇട്ടില്ല. എനിക്ക് സ്ത്രീധനം വാങ്ങിക്കുന്ന പയ്യനെ വേണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ പ്രേമിച്ച് കെട്ടാൻ തീരുമാനിച്ചത്. നിന്റെ ക്യാഷ് എൻ്റെ പട്ടിക്ക് വേണം. നീ പറഞ്ഞ ക്യാഷൊക്കെ നിനക്ക് കിട്ടുമെന്ന് എന്താ ഉറപ്പ്? എനിക്കൊരു ഉറപ്പില്ല. ഇല്ല, ഞാൻ കേസ് കൊടുക്കും. ആ ക്യാഷ് കിട്ടിയിട്ട് വേണം എനിക്കൊരു ഹോസ്പിറ്റൽ പണിയാൻ. എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഇതിൻ്റെ മെയിൻ എയിം പാവങ്ങളായ രോഗികൾക്ക് ഒരു പൈസ പോലും ചിലവില്ലാതെ ഏറ്റവും നല്ല ചികിത്സ ഉറപ്പുവരുത്തണം. 1 രൂപ ചിലവില്ലാതെ എന്നെ മരണത്തിൽ നിന്നും കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ എനിക്ക് ഒരുപാട് പാവങ്ങളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം. വിദഗ്ധരായ ഡോക്ടേഴ്സ് ആയിരിക്കും രോഗികളെ പരിശോധിക്കുക. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ എല്ലാ സർജറിയും ചെയ്തു കൊടുക്കും. ഇതെൻ്റെ ഒരു സ്വപ്നമാണ്. വേണമെങ്കിൽ നിങ്ങളെയും ഡോക്ടറെ അപ്പോയിൻറ്റ് ചെയ്യാം കേട്ടോ. ഓ വേണ്ടായേ, നമ്മൾ എങ്ങനെയും ജീവിച്ചു പോയിക്കോളാം. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയല്ലോ ഡോക്ടറെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പ്രണയദിനത്തെ കുറിച്ചിട്ടാണ്. ഈ ദിവസം പ്രണയിക്കുന്നവർക്കും പ്രണയം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവർക്കും പ്രണയം തുറന്നു പറയാൻ കാത്തിരിക്കുന്നവർക്കും എന്നും സ്പെഷ്യലാണ്. ഓരോ വാലന്റൈൻസ് ഡേയും അവർക്കൊരു ഉത്സവം പോലെയാണ്. തേങ്ങാക്കൊലയാണ്. പ്രണയിക്കാൻ ഇന്ന ദിവസം എന്നൊന്നുമില്ല. നിനക്കപ്പോൾ പ്രണയിക്കാൻ കഴിയാത്ത വിഷമാണല്ലേ? അങ്ങനെയും പറയാം. എനിക്കിതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനോ വാങ്ങിക്കാനോ അവസരം കിട്ടിയില്ല എന്ന് പറയുമായിരുന്നു. അച്ചോടാ പാവം. എന്നാൽ ഏതോ അവിടെ കണ്ടു ഒരുത്ത ഒറ്റയ്ക്ക് റോസാപ്പൂവും പിടിച്ചു നിൽക്കുന്നു. അവനെ കണ്ടിട്ടേ കാമുകി വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും പെൺസ്രാവ് ചൂണ്ടയിൽ കൊത്തോ എന്നറിയാൻ കാത്തിരിക്കുന്നതാ. അവനോട് പോയി വാങ്ങിച്ചോ, അവനും ഒരു സന്തോഷമാവല്ലോ. പാവം കണ്ടില്ലേ, റെഡ് കോസ്റ്റ്യൂമൊക്കെ ഇട്ടേച്ച് വന്നിരിക്കുക. ദേവ് അവളെ ദേഷ്യം പിടിപ്പിച്ചു. വാങ്ങിക്കായിരുന്നു, പക്ഷെ ഈ വയറ് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്നാ സുമ്മാവാ. ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ അളവ് ഇച്ചിരി കൂടിപ്പോയതാണെന്ന് പറഞ്ഞാൽ മതി. ദേവ് വീണ്ടും അവളെ കളിയാക്കി. അതിന് ഞാൻ തീറ്ററപ്പായുടെ പെങ്ങളാണല്ലോ അല്ലേ? 2 വർഷം പ്രേമിച്ച് നടന്നപ്പോൾ കണ്ടവന്മാർക്കൊക്കെ ഇതുപോലെ ഗിഫ്റ്റൊക്കെ കൊടുത്തോ ഇല്ലേ എന്ന് ആർക്കറിയാം. എന്നിട്ടിപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ വലിയ ജാട ഇറക്കും. നമ്മളൊരു പാവമായതുകൊണ്ട് എല്ലാം വിശ്വസിക്കും. മുന്നിൽ വെച്ചുള്ള ആൻ്റെ സംസാരം ദേവിനെ ചൊടിപ്പിച്ചു എന്നത് അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. പക്ഷെ ദേവ് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഹലോ, എന്താ ഇപ്പോൾ ഒന്നും മിണ്ടാത്തത്? മിണ്ടില്ലല്ലോ അല്ലേ? കാരണം അത്രയും പറഞ്ഞ് ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയതും ദേവിന് ശരിക്കും ദേഷ്യം വന്നു. അവൻ അവളെ ശ്രദ്ധിക്കാതെ നടത്തത്തിൻ്റെ വേഗത കൂട്ടി. ശേഷം തിരക്കൊഴിഞ്ഞ ഭാഗത്ത് മണൽ തരിയിലിരുന്നു. അവനോടൊപ്പം നടന്നെത്താൻ ആൻ പാടുപെട്ടു. പിന്നിൽ നിന്നും ഒരുപാട് വിളിച്ചെങ്കിലും അവൻ നിന്നില്ല. ഒടുവിൽ അവളും അവൻ്റെ അരികിൽ സ്ഥാനം ഉറപ്പിച്ചു. തന്നെ ശ്രദ്ധിക്കാതെ കടലിലേക്ക് മിഴികളൂന്നി ഇരിക്കുന്നവനെ കണ്ടതും ആൻ അവനോട് ഒന്നുകൂടി ചേർന്നിരുന്നു. ഡോക്ടർ സാർ പിണക്കാ? അവൻ പതിയെ ചോദിച്ചു. ആണെങ്കിൽ അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാനൊരു തമാശ പറഞ്ഞതിനാണോ ഡോക്ടർ സാർ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ പിണങ്ങുന്നത്? ഇതെനിക്ക് തമാശയായി തോന്നിയില്ല. ഇത് ഒരുതരം സംശയ രോഗമാണ്. എല്ലാ പെണ്ണുങ്ങളുടെയും സ്ഥിരം സ്വഭാവമാണിത്. കെട്ടുവൻ്റെ മുൻ പ്രണയത്തെക്കുറിച്ച് എന്തേലും ഒന്ന് കിട്ടിയാൽ പിന്നെ എല്ലാ കാര്യത്തിലും അതിൽ കയറി പിടിക്കും. നിനക്കിപ്പോൾ എന്താ അറിയേണ്ടത്? ഞാൻ അവൾക്ക് എന്തൊക്കെ കൊടുത്തു, അവൾ എനിക്ക് എന്തൊക്കെ തന്നു, ഇതൊക്കെയല്ലേ? എന്നാ കേട്ടോ, അവൾക്ക് ഞാൻ പലതും കൊടുത്തിട്ടുണ്ട്. വിലപിടിപ്പുള്ള പലതും. ബർത്ത്ഡേക്കും അല്ലാതെയും സ്വർണവും ഡയമണ്ടും ഒക്കെ വാരിക്കൊരു കൊടുത്തിട്ടുണ്ട്. ഓരോ മാസവും ഓരോ റിങ് കൊടുക്കും. അതെൻ്റെ നിർബന്ധമായിരുന്നു. പിന്നെ ഇഷ്ടം പോലെ ചുംബനങ്ങളും. അതിനു വേണ്ടി കണക്കൊന്നും വെച്ചിട്ടില്ല.
ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട് നല്ല ഒന്നാം തരം ചുംബനങ്ങൾ. അക്കാര്യത്തിൽ നീ അവളുടെ ഏഴാഴത്ത് വരില്ല. ഫ്രഞ്ചാണ് അവളുടെ മെയിൻ, അതാണ് കിസ്. ഉഫ്, തീ തീ. ദേവ് തൻ്റെ കീഴ്ച്ചുകൊണ്ട് പെരുവിരലാൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. അത് കണ്ട് ആനി ദേഷ്യം ഇരച്ചു കയറി. അവളുണ്ടല്ലോ, നിന്നെ പോലെ ഞാൻ നൽകുന്ന പ്രണയം ആസ്വദിച്ച് കിടക്കാതെ എൻ്റെ മനസ്സറിഞ്ഞ് എല്ലാം ചെയ്തു തരും. വൺ സൈഡ് അല്ല എന്നർത്ഥം. പിന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും കറങ്ങാനും പോയിട്ടുണ്ട്. നൈറ്റ് ഡ്രൈവാണ് കൂടുതലും. അതും പറഞ്ഞ് ദേവ് അവളെ ഇടം കണ്ണിട്ട് നോക്കി. അവളാണെങ്കിൽ ആകെ ഷോക്കേറ്റ പോലെ ഇരിപ്പാണ്. ഇനി എന്താ നിനക്കറിയേണ്ടത് ചോദിച്ചു. ദേവ് ചിരി കടിച്ചു പിടിച്ചു കൃത്രിമ ഗൗരവം കാട്ടി. മുൻപൊരിക്കൽ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്ന്. അവളുടെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. ആ, അന്നേരം നിനക്ക് വിഷമാവണ്ടല്ലോ എന്ന് കരുതി ഞാൻ അങ്ങനെ പറഞ്ഞതാ. ദേവും വിട്ടുകൊടുത്തില്ല. ഇപ്പോൾ വിഷമായെങ്കിൽ കുഴപ്പമില്ല എന്നാണോ? ഇപ്പോൾ നീ ഈ വിഷമം ചോദിച്ചു വാങ്ങിയതല്ലേ, അങ്ങ് സഹിച്ചേക്ക്. അപ്പോൾ എല്ലാം ഉള്ളതാണോ? ആ, ഉള്ളതാ. ഇനിയുണ്ട് ഒരുപാട് മധുരിക്കും ഓർമ്മകൾ. പക്ഷെ അതൊക്കെ ഞാൻ എന്നേ കുഴിച്ചു മൂടിയതാ. ഇപ്പം നീ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എന്തിരുന്നാലും നിന്റെ അത്ര സൗന്ദര്യമൊന്നും അവൾക്കില്ല കേട്ടോ. എങ്ങനെ നോക്കിയാലും നീയാണ് സുന്ദരി. എന്ന് വെച്ചാൽ കണ്ണ് തുടച്ചുകൊണ്ട് ചോദിക്കുന്നവളെ കണ്ട് അവന് ചിരിയും സങ്കടവും വന്നു. എന്ന് വെച്ചാൽ മൊത്തത്തിൽ അവളേക്കാൾ നല്ല ഉരുപ്പടി നീയാണെന്ന്. എന്ന് വെച്ചാൽ നിങ്ങൾ മൊത്തത്തിൽ അവളെയും കണ്ടു എന്നല്ലേ ഇതിനർത്ഥം? എനിക്കെല്ലാം മനസ്സിലായി. ഇത്രയും നാൾ എന്നെ മണ്ടിയാക്കിയതാണല്ലേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാനൊരു മണ്ടി തന്നെയാ. നീ മണ്ടിയായതിൽ ഞാനെന്ത് ചെയ്യാനാ? ശരി, ഞാൻ മണ്ടി തന്നെയാ, സമ്മതിച്ചു. എന്നോട് ഇനി മിണ്ടണ്ട. നോക്കിക്കോ, വീട്ടിലെത്തിയാൽ ഞാൻ പപ്പയുടെ കൂടെ അവിടെ നിന്ന് ഇറങ്ങും. പിന്നെ ഇങ്ങോട്ട് ഒരിക്കലും വരില്ല എന്നും പറഞ്ഞ് കണ്ണു തുടച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടായിരുന്നു. ഇന്നത്തോട് അവളുടെ ഇമാതിരി മുനവച്ചുള്ള ചോദ്യം അവസാനിക്കണം. അതിനു വേണ്ടിയാണ് ഇല്ലാത്ത കഥകൾ പറഞ്ഞത്. അന്ന് പറഞ്ഞതുപോലെ ശിവനെ മനസ്സുകൊണ്ട് പ്രണയിച്ചു എന്നല്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു. എന്നാലും പെണ്ണിന് ഇടയ്ക്കിടയ്ക്ക് വിഷമം കുത്തും. അപ്പോൾ കക്ഷി ചെറുതായി എറിഞ്ഞു നോക്കുന്നതാ, വല്ലതും കിട്ടിയാലോ എന്ന് കരുതി. എങ്കിലല്ലേ അത് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോൾ കളി കാര്യമായോ എന്നൊരു സംശയം. ഇനി എന്ത് ചെയ്യും? ഇനി സത്യം പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന് തോന്നുക. അതും മനസ്സിൽ പറഞ്ഞ് അവളുടെ അരികിലേക്ക് അവൻ നടന്നു. അന്നേരം അവൻ ആലോചിക്കുമായിരുന്നു അവളുടെ പിണക്കം എങ്ങനെ മാറ്റാമെന്ന്. ആൻഡ് കാറിൻ്റെ പിൻസീറ്റിലാണ് കയറിയത്. അവന് പറഞ്ഞതൊക്കെ വീണ്ടും കേൾക്കുന്നത് പോലെ തോന്നി. അവൾക്ക് അന്നേരം ശരിക്കും ദേഷ്യം തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാറിൻ്റെ പിൻഭാഗത്തെ മറ്റേ സൈഡിലെ ഡോർ തുറന്ന് തനിക്ക് നേരെ നീളുന്ന ചുവന്ന റോസാപ്പൂക്കളുള്ള വലിയ പൂച്ചെണ്ട് അവൾ കാണുന്നത്. അത് തനിക്ക് നേരെ നീട്ടിയ ആളെ കണ്ടതും ആൻ മുഖം തിരിച്ചു. അത് കണ്ടതും ദേവ് വണ്ടിക്കുള്ളിൽ കയറി അവളോട് ചേർന്നിരുന്നു. ഐ ലവ് യു അന്ന കൊച്ചെ എന്നും പറഞ്ഞ് വീണ്ടും പൂക്കൾ നീട്ടിയതും അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി. എനിക്ക് വേണ്ട, കൊണ്ടുപോയി നിങ്ങളുടെ മറ്റവൾക്ക് കൊടുക്ക്. ദേ, കൂടുതൽ ഡിമാൻഡ് കാണിക്കല്ലേ. ഞാനിത് വലിച്ചെറിയണോ, നീ വാങ്ങിക്കുന്നോ? എനിക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത്? അല്ലേലും എനിക്ക് എവിടെയും രണ്ടാം സ്ഥാനമാണല്ലോ. അന്നമ്മോ, ഇടി ഞാൻ നേരത്തെ ചുമ്മാ നിന്നെ വട്ടുപിടിപ്പിച്ചതല്ലേ. ഞാൻ പലതവണ പറഞ്ഞത് ആ ടോപ്പിക്ക് വേണ്ടത്. പക്ഷെ വീണ്ടും നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ അവളെ ഇതിലേക്ക് വലിച്ചിടും. എനിക്ക് ആ പേര് കേൾക്കുന്നതേ അലർജിയാ. അത് കേട്ടതും അവൾ അവനൊന്ന് നോക്കി. ആൻഡ് പ്ലീസ് ബിലീവ് മീ, ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിച്ചതാ. മദർ പ്രോമിസ്, ഞാൻ മുൻപ് പറഞ്ഞത് തന്നെയാണ് സത്യം. അമ്മയെ പിടിച്ച് ഞാൻ ഇതുവരെ സത്യം ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ നിനക്ക് മനസ്സിലാക്കാം നീ എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന്. ഞാൻ നിന്നെ പറ്റിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇന്ന് നമ്മുടെ വീട് മൊത്തം അടിച്ചു കറിക്കോ. നിനക്ക് എൻ്റെ പ്രണയത്തിൻ്റെ അവശേഷിപ്പ് എന്തേലും കിട്ടിയാൽ നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. എനിക്ക് നിന്നെ ഈ ദിവസം മാത്രം സ്നേഹിച്ചാൽ മതിയാവില്ല. എനിക്ക് നീയുമൊത്തുള്ള ഓരോ നിമിഷവും സ്പെഷ്യലാണ്. എനിക്ക് വർഷം മുഴുവൻ നിന്നെ പ്രണയിക്കണം. അതിനൊരു പ്രത്യേക ദിവസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പറ്റിയത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ നൽകണം എന്നും പറഞ്ഞ് അവളുടെ വലതുകരം കവർന്നു അവളുടെ വിരലിലേക്ക് ഒരു ഡയമണ്ട് റിംഗ് അണിയിച്ചു. നിറകണ്ണുകളോടെ അവൾ എല്ലാം കേട്ടു നിന്നു. അവൾ തൻ്റെ വിരലിലെ മോതിരത്തിലേക്ക് ചുണ്ടു ചേർത്തു. അവസാനം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ആ കണ്ണും നിറയാൻ വെമ്പുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി ആൻ ചിരിക്കാൻ ശ്രമിച്ചു. അവളുടെ ചൊടിയിൽ വിരിഞ്ഞ പുഞ്ചിരി കണ്ടതും അവൻ അവളുടെ കൈ ചുണ്ടോട് ചേർത്തു. ഇത് ഞാൻ വാലന്റൈൻസ് ഡേ ആയിട്ട് തരുന്ന ഗിഫ്റ്റ് അല്ല. എൻ്റെ നിരപരാധിത്വം തെളിയിച്ച ആളല്ലേ. ഒരുപാട് എഫേർട്ട് എടുത്തു എന്നറിയാം. ആ എഫേർട്ടിനുള്ളതാണ് ഈ ഗിഫ്റ്റ്. ഇതുപോലെയൊക്കെ നിന്റെ കഴിവുകൾ എനിക്ക് മുന്നിൽ പ്രൂവ് ചെയ്ത് കാണിച്ചാൽ എന്നിൽ നിന്നും പലതും പ്രതീക്ഷിക്കാം. അല്ലാതെ എൻ്റെ ഭാര്യയെ സോപ്പിടാൻ വേണ്ടിയും ചുമ്മാ ഷോ ഇറക്കാൻ വേണ്ടിയും ഇതുപോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. എനിക്കതിൽ താല്പര്യമില്ല. എന്നിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. നിനക്ക് എന്ത് വേണേലും പറയാം. അല്ലാതെ ഒരു സർപ്രൈസ്, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. ഇതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എന്ത് ചെയ്യാം,
വെരി സോറി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട എൻ്റെ കൊച്ചേ. പിന്നെ പിന്നെ എന്തിനായി റോസ് വാങ്ങിയത്? വേണ്ടിയിരുന്നില്ല. അത് നിന്റെ പിണക്കം മാറ്റാൻ വാങ്ങിയതല്ലേ. നിങ്ങൾ ഇഷ്ടമില്ലാതെ വാങ്ങിയ ഒന്നും എനിക്ക് വേണ്ട. ഇപ്പം ഇഷ്ടത്തോടെ തരുന്നതാ, അതുകൊണ്ടേ മോളിത് വാങ്ങിക്ക് എന്നും പറഞ്ഞ് അവനത് അവൾക്ക് നേരെ നീട്ടി. അവൾ അവനെ ചുണ്ടു കൂർപ്പിച്ച് നോക്കി. ഞാനത് വീട്ടിൽ കൊണ്ടുപോയി വേസ്റ്റ് പിന്നെ കളയും. എനിക്ക് ഗിഫ്റ്റ് ചോദിച്ച് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഫ്രണ്ടിൽ കയറി മടിയിൽ പൂച്ചെണ്ടും വെച്ചു. ദേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. പോകുന്ന വഴിയിൽ ആനിൻ്റെ കണ്ണുകൾ റോസാപ്പൂക്കളിൽ ഉടക്കി. എന്തിരുന്നാലും പ്രിയതമൻ വാങ്ങിച്ചു തന്നതല്ലേ, അതിൽ ചുണ്ട് ചേർക്കാൻ അവൾക്ക് നല്ല ആഗ്രഹം തോന്നി. പക്ഷെ പറ്റില്ലല്ലോ, നേരത്തെ ജാടയിട്ട് പോയില്ലേ. അവൾക്കതിനെ മണത്ത് നോക്കണമെന്ന് തോന്നി. അവനെ ഇടം കണ്ടിട്ട് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഈ റോസിനെ ഒട്ടും സ്മെല്ലില്ല, എവിടെ നിന്ന് കിട്ടി എന്നും പറഞ്ഞ് റോസാപ്പൂക്കളെ കയ്യിലെടുത്ത് മൂക്കോടടുപ്പിച്ചു. അയ്യേ, എന്തൊരു നാറ്റം! ശരിക്കും നല്ല ഫ്രഷ് ഫ്ലവറായിരുന്നത്. നല്ല സ്മെല്ലുണ്ടായിരുന്നു. അവൾ ഒന്നുകൂടി മണത്ത് നോക്കി അതിൻ്റെ ഗന്ധം ആവോളം ആസ്വദിച്ചു. അതിനിടയിൽ അവൻ നോക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അതിൽ ചെറുതായി ഒന്ന് മുത്തി. കുറേ നേരം പൂക്കളുടെ ഭംഗി അങ്ങ് നോക്കി നിന്നു. ശേഷം സീറ്റിൽ ചാരിയിരുന്നു ആ പൂക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇതൊക്കെ കണ്ടതും ദേവിൻ്റെ ചുണ്ടിൽ ചിരി